Hello everyone and welcome back to another class on financial statements of non-manufacturing units. So we have taken up few questions from the chapter. ഇനി നമ്മൾക്ക് കുറച്ച് miscellaneous questions നിങ്ങളുടെ practical questionsനകത്ത് വന്നിട്ടുണ്ട്. അതും നമ്മൾക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ഒരു full fledged problem trading P&L and balance sheet ഓട് കൂടി ഒരു problem കൂടെ ചെയ്ത് we will wind up. അത് കൂടാതെ നിങ്ങൾ തനിയെ ഇനി ഇതേ മാതിരിയുള്ള questions സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് നമ്മൾ കവർ ചെയ്യാത്തതും പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ ട്രൈ ചെയ്യേണ്ടതാണ്. മാക്സിമം ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരികയുള്ളൂ. സോ ബിഫോർ ഗോയിങ് ടു ദ ലാസ്റ്റ് പാർട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ക്വിക്ക്ലി റൺ ത്രൂ സ്മോൾ ടോപ്പിക് കോൾ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ബട്ട് ജസ്റ്റ് ടു റീഇൻഫോഴ്സ് വാട്ട് വി ഹാഡ് quickly covered earlier. Provision is nothing but ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു നഷ്ടത്തിനോ അല്ലെങ്കിൽ ഒരു ചെലവിനോ നമ്മൾ ഇപ്പോഴേ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. അതായത് ഫ്യൂച്ചറിൽ ഇത്രയും വരും, എന്നാൽ അത് ഒരിക്കലും കറക്റ്റ് എമൗണ്ട് ആയിരിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെയും ബാഡ് ഡെറ്റ്സിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അവിടെ ബാഡ് ഡെറ്റ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് ഓൾമോസ്റ്റ് ദ കമ്പനി ഓർ ദ ഓണർ ഇസ് ഷുവർ ദാറ്റ് ഇങ്ങനെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞു, ആ പൈസ എനിക്കിനി കിട്ടില്ല. പക്ഷെ പ്രൊവിഷൻ എന്ന് പറയുന്നത് അവർ പല അനാലിസിസും പല കാര്യങ്ങളും കണക്കിലെടുത്ത് ഏകദേശം ഒരു ധാരണയിൽ എത്തിയതാണ്. ഓക്കെ, 5% വരെ ഡൗട്ട്ഫുൾ ആവാൻ, അതായത് പിന്നീട് ബാഡ് ഡെറ്റ്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രൊവിഷനകത്ത് എപ്പോഴും ഒരു എസ്റ്റിമേഷൻ കിടപ്പുണ്ട്. ആക്ച്വലി വരാൻ പോകുന്ന നഷ്ടം അത്ര തന്നെയാണോ അല്ലെങ്കിൽ ആക്ച്വലി വരാൻ പോകുന്ന എക്സ്പെൻസ് അത്ര തന്നെയാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ പ്രൊവൈഡ് ചെയ്ത് വെക്കുകയാണ്. സോ ഇറ്റ് ഈസ് മോസ്റ്റ്ലി estimation basis of an expense or loss that is going to come in the future. ഇനി അത് ആക്ച്വലി അത്രയും തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ കുറവായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വരാതെയും ഇരിക്കാം. പക്ഷെ as when you're preparing financial statements for a year, നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ നെക്സ്റ്റ് ഇയറിൽ ഒരു ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ്സ് 5% വരാൻ തോന്നുന്നു, വരാൻ സാധ്യതയുണ്ട്. സോ യു വിൽ പ്രൊവൈഡ് ഫോർ ഇറ്റ്. പക്ഷെ നെക്സ്റ്റ് ഇയർ നിങ്ങൾ വീണ്ടും ഈ പ്രൊവിഷൻ ഒന്ന് റീവിസിറ്റ് ചെയ്യും, ഇത്രയും തന്നെ വെക്കേണ്ട കാര്യമുണ്ടോ. അപ്പോഴാണ് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നില്ല 5% ഒന്നും നഷ്ടം വരാൻ സാധ്യതയില്ല, ഒരു 2% വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പല എസ്റ്റിമേഷൻ അനാലിസിസും വർഷങ്ങളോളം എല്ലാ വർഷവും നടന്നിരിക്കാം. അങ്ങനെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു എക്സാക്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് എമൗണ്ട് അല്ല ഓഫ് എ ഫ്യൂച്ചർ എക്സ്പെൻസ് ഓർ ലോസ്. ഇറ്റ് ഈസ് സംതിങ് ബേസ്ഡ് ഓൺ സർട്ടൻ അനാലിറ്റിക്സ് or based on certain things that you have come across in the business life. You are expecting it to happen, അതുകൊണ്ട് അതിനു വേണ്ടി മാറ്റി വെക്കുന്നു. അതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. That is nothing but ഒരു ഫ്യൂച്ചർ ഒരു എക്സ്പെൻസോ ലോസിന് വേണ്ടി തന്നെയുള്ളൂ. ഇനി റിസർവ്സ് എന്ന് വെച്ചാൽ റിസർവ്സ് ഇസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ്. അതായത് പ്രോഫിറ്റ് തന്നെയാണ്, P&L നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് തന്നെ നിങ്ങൾ P&L അക്കൗണ്ടിന്റെ ബാലൻസ് ആയിട്ട് തന്നെ കാണിക്കാതെ പല റിസർവ്സ് ആയിട്ട് മാറ്റി വെച്ചെന്നിരിക്കാം. ജനറൽ റിസർവ്, റിസർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ എ ഫോം ഓഫ് പ്രോഫിറ്റ് ദാറ്റ് യു ഹാവ് ബീൻ ഏർണിംഗ് ഫ്രം ക്വൈറ്റ് സം ഇയേഴ്സ്, അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ മറ്റൊരു ലെഡ്ജറിലേക്ക് മാറ്റുകയാണ്. അതിൽ P&L അക്കൗണ്ടും ജനറൽ റിസർവ് എന്നും പറയുന്ന രണ്ട് അക്കൗണ്ടിലുള്ള ലാഭങ്ങളാണ് പൊതുവെ ഫ്രീ റിസർവ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഫ്രീ റിസർവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി പർപ്പസ്. അതങ്ങനെ സ്പെസിഫിക് ഒരു പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു സംഭവമല്ല. അല്ലെങ്കിൽ P&L അക്കൗണ്ടിന്റെ ബാലൻസും എന്ത് നഷ്ടം നികത്താനും അല്ലെങ്കിൽ എന്ത് എക്സ്പെൻസിന് വേണ്ടിയും ഉപയോഗിക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ജനറൽ റിസർവും അങ്ങനെ തന്നെ. ഇനി ഫ്രീ റിസർവ്സ് എന്നൊരു വാക്ക് കൂടുതലും വരാനുള്ള കാരണം it is because when you talk about a company, നിങ്ങൾക്ക് കമ്പനി അക്കൗണ്ട്സ് ഒക്കെ ഇനി പഠിക്കാനുണ്ട്, എന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നതെങ്കിലും കേട്ടിട്ടുണ്ടാകും നിങ്ങൾ പേഴ്സണൽ ലൈഫ് ഷെയർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ അല്ലേ. അവിടെ പല കമ്പനികളുടെയും ഷെയർസ് എന്ന് പറയുന്ന ചില സംഭവത്തിലാണ് നമ്മൾ, അതിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ട്രേഡ് ചെയ്യുന്ന പല ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ഷെയർ, ഡിബെഞ്ചർ, അങ്ങനെ കുറച്ച് സാധനങ്ങളിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. പക്ഷെ ഈ ഷെയർ എപ്പോഴും പൈസ കൂടുകയും കുറയുകയും ഭയങ്കര വോളറ്റൈൽ ആണ് നമ്മൾ പറയും. വോളറ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര മാറ്റങ്ങൾ വരാൻ. ഇന്ന് ചിലപ്പോൾ 1000 രൂപയ്ക്ക് വിൽക്കുന്ന നാളെ ചിലപ്പോൾ പെട്ടെന്ന് ഇടിഞ്ഞു തകർന്ന് 100 രൂപയിൽ എത്തിയെന്നിരിക്കാം. ഇറ്റ് ഇസ് നോട്ട് എൻ എക്സാഗറേഷൻ, ഇറ്റ് ഹാപ്പൻസ്. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അത്രയും കുറഞ്ഞെന്നിരിക്കാം. അപ്പോൾ ഭയങ്കര ചേഞ്ചസ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ റിസ്ക് ആണെന്ന് പറയുന്നത്.
ബട്ട് ലീവിങ് ദാറ്റ് aside, when a person invest ഒരു കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ കമ്പനിയിൽ നിന്ന് തിരിച്ചൊരു ലാഭം ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മൾ ബാങ്കിൽ പോയി ഒരു FD ഇടുന്നതിന് ഒരു ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ തിരിച്ച് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കമ്പനിയുടെ ഇൻസ്ട്രുമെന്റ് ആയ ഷെയർ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ കമ്പനി തരുന്ന റിട്ടേൺ ആണ്, നമ്മൾക്ക് തരുന്ന റിട്ടേണിന്റെ പേരാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. Yeah? This dividend is the income that you are supposed to get when you invest in a company shares. So ഈ ഡിവിഡൻഡ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് only out of the free reserves. Yeah? only out of the free reserves. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പറയാം P&L അക്കൗണ്ടിനും ജനറൽ റിസർവിനും ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം, ആൻഡ് ഇറ്റ് ഈസ് ഫ്രീലി അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ കമ്പനി അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ അത് അറിയാം. ഞാൻ നേരത്തെ ഒന്ന് റിസർവ്സ് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി അപ്പോൾ ഇത് ഫ്രീ റിസർവ്സ് ആണെങ്കിൽ ഇതേപോലെ മറ്റ് സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ ലാഭത്തിൽ നിന്ന് മാറ്റി വെക്കുന്ന റിസർവ്സും ഉണ്ടെന്നിരിക്കാം. അത് നിങ്ങൾ നിങ്ങളുടെ ഇന്റർ ലെവലൊക്കെ പഠിക്കാൻ പോകുന്നതായിരിക്കും. many reserves, capital reserve, അല്ലെങ്കിൽ capital redemption reserve, debenture redemption reserve, അങ്ങനെ പല പേരുകളുണ്ട്, which are also പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്തും, അതായത് ലാഭം തന്നെയാണ്. ഈ വർഷം 1 ലക്ഷം ലാഭം കിട്ടിയാൽ ആ നെറ്റ് പ്രോഫിറ്റിൽ P&L 1 ലക്ഷം തന്നെയാണ് ലാഭം. എന്നാൽ ആ 1 ലക്ഷം P&L ഇടാതെ പല ലെഡ്ജറിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. മാറ്റി വെക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞ പോലെ ഈ കുറച്ച് സ്പെസിഫിക് ടൈപ്പ് ഓഫ് റിസർവ്സിലാണെങ്കിൽ അതിന്റെ അർത്ഥം ആ റിസർവ് എന്തിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയോ ആ പർപ്പസിന് വേണ്ടി മാത്രമേ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ അതുകൊണ്ട് അതിനെ ഒരിക്കലും ഫ്രീ റിസർവ്സ് എന്ന കാറ്റഗറിയിൽ നമ്മൾ വിളിക്കില്ല. സോ വാട്ട് എവർ ബി ദ നേച്ചർ ഓഫ് റിസർവ്സ്, ഈവൻ ഇഫ് ഇറ്റ്സ് എ ഫ്രീ റിസർവ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും, റിസർവ്സ് എന്ന് വെച്ചാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം ലാഭം തന്നെയാണ്, പല രീതിയിൽ അതിനെ മാറ്റി മാറ്റി വെക്കുന്നു പലയിടത്തായിട്ട്. അതുകൊണ്ടാണ് അതിനെ അപ്രോപ്രിയേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് പ്രൊവിഷൻ ഇസ് അപ്രോപ്രിയേഷൻ അല്ല, ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ചെലവോ അല്ലെങ്കിൽ ഒരു നഷ്ടമാണ്. അതിനു വേണ്ടി നമ്മൾ ഇപ്പോഴേ ഇത്ര എക്സ്പെൻസ് ഭാവിയിൽ വരും, അതിനെക്കുറിച്ച് ഇപ്പോഴേ ഇന്റിമേഷൻ കിട്ടിയ സ്ഥിതിക്ക് I have to be conservative ആയിട്ട് ലാഭം ഒരിക്കലും നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്യണം. പക്ഷെ വരാൻ സാധ്യതയുള്ള നഷ്ടമോ എക്സ്പെൻസോ ഓൾമോസ്റ്റ് മെറ്റീരിയലൈസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇതാണ് പ്രൊവിഷൻ ആൻഡ് റിസർവ്സ്. സോ റിസർവ്സ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് തന്നെയാണ് P&L അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറിൽ ഇടാതെ മറ്റു പല റിസർവ് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് മാറ്റി ഇടുന്നതേ ഉള്ളൂ. ആ റിസർവ് ഒക്കെ പ്രോഫിറ്റ് തന്നെയാണ്. ചില റിസർവ്സ് ലൈക്ക് ജനറൽ റിസർവ് എന്ത് പർപ്പസിന് വേണ്ടി വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ചില ടൈപ്പ് ഓഫ് റിസർവ്സ് ഉണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തോ ആ ഉപയോഗത്തിന് വേണ്ടി മാത്രമേ നമ്മൾക്ക് അത് ചെലവാക്കാൻ പറ്റുകയുള്ളൂ. സോ ദീസ് ആർ റിസർവ്സ്. സോ ലെറ്റ് us take up a question from you. അതാണ് അതിന്റെ തിയറി ആണ് പേജ് നമ്പർ 7.48 തന്നിരിക്കുന്നത്. യു ക്യാൻ റെഫർ ഇറ്റ് ഇൻ ഡീറ്റെയിൽ to understand. In illustration number 3, Crimson Limited's profit and loss account for the year ended 31st March 2016 includes the following information: depreciation, bad debts written off, increase in provision for doubtful debts, proposed dividend, retained profit for the year, liability for tax 4,000. State which one of the items 1 to 6 above are transferred to provisions, transferred to reserves, and neither related to provisions nor reserves. Depreciation എന്ന് പറയുന്നത് ആദ്യത്തെ പോയിന്റ് നമ്മൾ കേൾക്കാം. Depreciation, whether it's a provision or not. Is it a provision? Yes, it is a provision. Provision എന്ന് പറയാം, അല്ലാതെ ഇതിന് എക്സ്പെൻസ് അല്ലെങ്കിൽ wear and tear എന്നും പറയാം. So depreciation can also be categorized
ആസ് എ പ്രൊവിഷൻ, അതായത് നമ്മൾ യൂസ് ചെയ്ത് അത്രയും കുറഞ്ഞു പോയതാണ് അല്ലേ, അപ്പോൾ അത് പ്രൊവിഷനായിട്ടും നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അതിനെ പ്രൊവിഷനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷേ ഐ കൻ സീ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ പ്രൊവിഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കേസസ് മാത്രമല്ല, ആക്ച്വലി വന്ന വെയർ ആൻഡ് ടെയറിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ വെയർ ആൻഡ് ടെയർ ശരിക്കും 5% വെയർ ആൻഡ് ടെയർ തന്നെയാണോ റിയലി ഈ വർഷം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. നമ്മൾക്ക് പല എക്സാക്ട്ലി അത്ര എമൗണ്ട് തന്നെ ആകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, നമ്മൾക്ക് ലോ പ്രകാരം തന്നിരിക്കുന്ന പല പെർസെൻറ്റേജസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. സോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജ് വൈസ് കമ്പ്യൂട്ട് ചെയ്ത് എഴുതുന്ന എമൗണ്ട് എക്സാക്ട്ലി വെയർ ആൻഡ് ടെയർ കറക്റ്റ് ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആകാൻ ചിലപ്പോൾ സാധ്യതയില്ല, അതൊരു എസ്റ്റിമേറ്റഡ് ഫിഗർ ആണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് ഡിപ്രീസിയേഷനെ ഒരു പ്രൊവിഷനായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ബട്ട് ഇറ്റ് ക്യാൻ ബി എ പ്രൊവിഷനായിട്ട് വേണമെങ്കിലും പറയാം, എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ബട്ട് സ്റ്റഡി മെറ്റീരിയൽ അതിനെ ഒരു പ്രൊവിഷനായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ്. ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് ആക്ച്വലി വന്നൊരു നഷ്ടമാണ്, നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു ഇന്ന ആള് അല്ലെങ്കിൽ ഇന്ന ഡെറ്റേഴ്സ് ഇത്ര പൈസ തരില്ല. സോ അതൊരു എസ്റ്റിമേറ്റഡ് ഫിഗർ ഒന്നുമല്ല, ആക്ച്വലി നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അയാൾ പാപ്പരായി കാണും, അപ്പോൾ അയാൾ തരാനുള്ള മുഴുവൻ പൈസ 21, അപ്പം നമുക്ക് കൺഫേം ആയി കഴിഞ്ഞു അയാൾ ആ പൈസ തരില്ല. സോ therefore it is not an estimation and it is not a provision, it is a loss that you actually incur. ഇനി വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ പൈസ കിട്ടി, ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വെരി ഗുഡ് ഹ്യൂമൻ ബീങ് ഹി കംസ് ബാക്ക് ആൻഡ് പേ യു ഈവൻ എ ലിറ്റിൽ ബിറ്റ് ഓഫ് മണി, ദറ്റ് ക്യാൻ ഹാപ്പൻ. അതിനെയാണ് നമ്മൾ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് ഇൻ എ ഇയർ ഇസ് നോട്ട് എൻ എസ്റ്റിമേഷൻ. ആ ദിവസം അല്ലെങ്കിൽ ആ വർഷത്തിൽ അത് ആക്ച്വൽ ലോസ് തന്നെയായിരുന്നു, എസ്റ്റിമേറ്റ് ചെയ്തൊരു ഫിഗർ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രൊവിഷൻ, ഇറ്റ് ഈസ് നൈദർ എ റിസർവ്. നമ്മൾ ഭാവിയിലേക്ക് മാറ്റി വയ്ക്കുന്ന ലാഭമൊന്നുമല്ല, ഓൾറെഡി വന്ന ഒരു നഷ്ടമാണ്. സോ therefore it belongs to category C. ഇനി increase in provision for doubtful debts. Name itself it suggests that already provision for doubtful debts അപ്പോൾ ഉണ്ട്, അതിൽ ഇൻക്രീസ് വരുത്തിയിരിക്കുന്നു. സോ വിച്ച് മീൻസ് ഇറ്റ് ഈസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രൊവിഷൻ ക്രിയേഷൻ. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. എന്താണ് ഈ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് ഉദ്ദേശിക്കുന്നതും ഞാൻ പറഞ്ഞ ആ സെയിം കോൺസെപ്റ്റ്, ഒരു കമ്പനിയിൽ നമ്മൾ ഷെയർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനെയാണ് ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. നെയിം എന്താ പറയുന്നത് ഇവിടെ? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, അതായത് കമ്പനി പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് ഇത്ര ഡിവിഡൻഡ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ദാറ്റ് ഈസ് ഓൾസോ ആൻ എസ്റ്റിമേറ്റഡ് that is പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് കമ്പനി ജനറലി പറയാൻ പോകുന്നത് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കുമെന്നാണ്. അതിൽ കൂടുതലും കമ്പനി കൊടുക്കാൻ പോകുന്നില്ല, അതിൽ കുറവും കൊടുക്കാം. എത്രയാണോ കമ്പനി ഡിസൈഡ് ചെയ്ത് മീറ്റിങ്ങിനുള്ളിൽ തീരുമാനിക്കുന്നത് ആ പെർസെൻറ്റേജ് ആണ് കൊടുക്കാൻ പോകുന്നത്. അതിനെയാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. 15,000. സോ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആയിട്ട് ഒരു വർഷം നമ്മൾ കമ്പനി ഡിക്ലെയർ ചെയ്തത് റെക്കോർഡ് ചെയ്യെങ്കിലും പേയ്മെന്റ് പോകുന്നത് പിറ്റേ ഒരു വർഷമായിരിക്കും. പക്ഷെ പേയ്മെന്റ് പോകുമ്പോൾ ഇത് തന്നെയായിരിക്കും ഓരോ ഇൻവെസ്റ്ററിനും കിട്ടാൻ പോകുന്നത്. സോ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഇറ്റ്സ് നോട്ട് എ പ്രൊവിഷൻ, ഇറ്റ് ഈസ് നോട്ട് എൻ എസ്റ്റിമേഷൻ. കമ്പനി പല തീരുമാനങ്ങളും അവരുടെ ലാഭം എല്ലാം നോക്കി അറൈവ് ചെയ്തൊരു ഡിസിഷനാണ്. ഓക്കെ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും 5% ലാഭത്തിന്റെ വിഹിതം കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഷെയർ ക്യാപിറ്റൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയുടെ 5% കൊടുക്കാം, 2% കൊടുക്കാം എന്നൊക്കെ ഉള്ളത് കമ്പനി ഡിസൈഡ് ചെയ്യുന്ന പെർസെൻറ്റേജ് ആണ്. പക്ഷെ അത് എത്ര ആൾക്കാർക്ക് കൊടുക്കണമെന്നുള്ള വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഇറ്റ് ഈസ് നോ മോർ ആൻ എസ്റ്റിമേഷൻ, ഇറ്റ് ഈസ് ആൻ ആക്ച്വൽ ഡിസിഷൻ ഓഫ് പേയിങ് so and so amount. അതിൽ കൂടുതലും കൊടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അതിൽ കുറവും ഇല്ല. So therefore it's not a provision and not a reserve. Retained profit for the year. Retained profit is nothing but നമ്മൾ പറഞ്ഞിരുന്നു P&L കിട്ടുന്ന ഈ 1,00,000 രൂപ ലാഭം നമ്മൾ ചിലപ്പോൾ P&L തന്നെ ഇട്ടെന്നിരിക്കാം, അല്ലെങ്കിൽ പല ലാഭത്തിലേക്ക് റിസർവ്സിലേക്കൊക്കെ മാറ്റി വെച്ചെന്നിരിക്കാം അല്ലേ. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലാഭമായിട്ട് തന്നെ റീറ്റെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ടു എനി റിസർവ്സ് ഇസ് നത്തിങ് ബട്ട് retained profit. So therefore retained profit is a reserve. ഒരു റിസർവ് കാറ്റഗറിയാണ്, ഒരു ലാഭമാണ്. എത്ര P&L തന്നെ നമ്മൾ റീറ്റെയിൻ ചെയ്തു എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ലയബിലിറ്റി ഫോർ ടാക്സ്. ലയബിലിറ്റി ഫോർ ടാക്സ്, ഇപ്പോൾ ടാക്സ് ഒക്കെ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ബട്ട് യു മൈറ്റ് ഹാവ് ഓൾസോ ഹേർഡ് ഇറ്റ് ഫ്രം യുവർ
elders that they have to pay tax to government എല്ലാ വർഷവും ഫയൽ ചെയ്യണം. ITR എന്നൊക്കെ കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ബിസിനസ്സിനും ഇതേപോലെ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റിന് കൊടുക്കണം. കാരണം ഗവൺമെന്റ് കൺട്രി റൺസ് ഓൺ സച്ച് തിങ്സ്. നമ്മളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ടാക്സിൽ നിന്നാണ് കമ്പനി മുന്നോട്ട് കൺട്രി ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും നടത്തുന്നതും ഒക്കെ. അതുകൊണ്ടാണ് പല സമയത്തും ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ന്യൂസിലും എവിടെയൊക്കെ നമ്മൾക്ക് ഇഷ്യൂസ് വരുന്നത് കാണാം. അതായത് സാധാരണക്കാരൻ്റെ ടാക്സ് ഉപയോഗിച്ച് അവർ ഇന്നത് ചെയ്തു എന്നൊക്കെ. ദാറ്റ് മീൻസ് a country runs, or government runs on the tax income collected from individuals like us or from businesses among us. So അങ്ങനെയുള്ള ഒരു ടാക്സ് ലയബിലിറ്റി, അതായത് ഗവൺമെന്റിന് അടച്ച് തീർക്കേണ്ട ഒരു ടാക്സ് ബിസിനസ്സിനും വരും. സോ ആ എമൗണ്ട് നമ്മൾക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നത് ITR എന്ന് പറയുന്ന സംഭവം ചെയ്യുമ്പോഴാണ്. ITR ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ഓക്കെ ഇത്രയാണ് എൻ്റെ ലാഭം, ഇത്രയാണ് എൻ്റെ വരുമാനം, സോ therefore I have to pay so and so tax to government എന്ന് ഫൈനലൈസ് ചെയ്യുന്നത് ശരിക്കും 31st ജൂലൈ എന്ന് പറയുന്ന ഒരു ദിവസവും 31st ഒക്ടോബർ നവംബർ ആ ഒരു പീരീഡും ഒക്കെ ആയിരിക്കും. അതൊന്നും നിങ്ങളിപ്പോൾ ഡീറ്റെയിലി അറിയണ്ട. അപ്പോൾ ഒന്ന് ഓർത്താൽ മതി. അതായത് 31st മാർച്ച് ആണ് നമ്മൾ കണക്ക് ക്ലോസ് ചെയ്യുന്നെങ്കിലും ഒരു ബിസിനസ്സിന്റെ ഇത് ഫൈനലൈസ് ചെയ്ത് നമ്മൾ CA ഒക്കെ ആയിക്കഴിഞ്ഞ് ഓഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. ഓഡിറ്റ് ചെയ്ത് ഓക്കെ ലാഭം ഇത്രയാണെന്ന് ഉറപ്പാക്കി എന്നിട്ടാണ് അതിന്മേലുള്ള ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ 31st മാർച്ചിൽ നിങ്ങളപ്പോൾ ടാക്സ് എസ്റ്റിമേറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ 31st മാർച്ചിൽ CA-കാരുടെ അടുത്ത് കൊടുക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ അന്ന് വരെ ഞാൻ കണക്ക് എഴുതി വെച്ചത് പ്രകാരം ഞാൻ എത്ര ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ ഒരു എസ്റ്റിമേഷൻ ക്രിയേറ്റ് ചെയ്യും. Yeah, and that at the time of actually filing an income tax return to government, we will finalize the amount. എന്നിട്ടാണ് അടയ്ക്കുന്നത്. So when you finalize it and pay through income tax return, then it becomes an actual expense. But till then 31st മാർച്ചിൽ നിങ്ങൾ ടാക്സ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് ഒരിക്കലും കറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ അക്യുറേറ്റ് ടാക്സ് ആകണമെന്നില്ല. മജോറിറ്റി ഓഫ് ദ ടൈം ഇറ്റ് ഈസ് ജസ്റ്റ് an estimation. Therefore, liability for tax എന്ന് പറഞ്ഞ് 31st മാർച്ചിൽ നമ്മൾ കാണിക്കുന്ന ആ ledger is nothing but a provision that you are creating towards a tax payment that is going to come in the near future. Yeah. So therefore, liability for tax is also a provision. So അത് കഴിഞ്ഞിട്ടുള്ള ടേബിളിൽ എല്ലാം നമ്മൾ പറഞ്ഞ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സിന്റെയും എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, നോട്ട് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ഗോ ഹെഡ് ആൻഡ് റീഡ് ത്രൂ ദാറ്റ്. ആൻഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു പേജ് റിവൈസും ചെയ്തോളുക. Now we will move on to certain practical questions. Question number 1 practical question നിങ്ങൾ തനിയെ ട്രൈ ചെയ്യണം. ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു പ്രോബ്ലം ആണ്. Trading P&L and balance sheet. We will take up second question. Sen Gupta and company employs a team of 8 workers who were paid 30,000 per month each in the year ending 31st December 2015. At the start of 2016, the company raised salaries by 10% to 33,000 per month each. On 1st July 2016, the company hired 2 trainees at a salary of 21,000 per month each. The workforce are paid salary on the first day of every month, 1 month in arrears, so that the employees receive their salary for January on the first working day of February, etc. You are required to calculate amount of salary which would be charged to the profit and loss account for the year ended 31st December 2016, amount actually paid as salaries during 2016, outstanding salaries as on 31st December 2016. ഇത്രയും കാര്യങ്ങൾ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ അവർ കണക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ജനുവരി ടു ഡിസംബർ എന്ന് പറയുന്ന 12 മാസത്തെ ആ ഒരു കാൽക്കുലേഷനിലാണ്. സോ therefore നമ്മൾക്കൊന്ന് നോക്കാം എത്രയാണ് P&L-ലേക്ക് ഈ വർഷം ചാർജ് ചെയ്യേണ്ട സാലറി എന്നുള്ളത്. Practical question number 2. Yeah. Salary to be charged to P&L for
year ending 31st December 2016. Yeah. അതിൽ വി നോ ദാറ്റ് കമ്പനിക്ക് 8 വർക്കേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2015 വരെയാണ് അവർക്ക് 30,000 കൊടുത്തോണ്ടത്. 2016 തൊട്ട് സ്റ്റാർട്ട് കൊടുക്കുന്നത്, അതായത് ജനുവരി 2016 തൊട്ട് തന്നെ അവർക്ക് സാലറി എത്ര കൊടുക്കുന്നുണ്ട്? 33,000 പെർ മന്ത്. സോ therefore salary for 8 ട്രെയിൻഡ് വർക്കേഴ്സ്, ട്രെയിൻഡ് എന്ന് എഴുതുന്നതിന് കാര്യം അത് കഴിഞ്ഞിട്ടുള്ളത് ട്രെയിനീസ് വരുന്നുണ്ട്. അപ്പോൾ ട്രെയിൻഡ് തന്നെ എഴുതണമെന്നില്ല, 8 വർക്കേഴ്സ് എന്നോ 8 സ്റ്റാഫ് എന്നോ എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് പറയാം. 8 എംപ്ലോയീസ് ഓർ സ്റ്റാഫ് ഫോർ 12 months at എന്തായിരുന്നു റേറ്റ്? 33,000 പെർ മന്ത്. സോ എത്രയായിരിക്കും അവർക്ക് കൊടുക്കേണ്ട സാലറി? 33,000 ഇൻറ്റു 8 പേരുണ്ട്, അവർക്ക് 12 മാസം വീതം കൊടുക്കാം. സോ therefore my salary will be 33,000 into 8 into 12, which is 31,68,000. Then അത് കഴിഞ്ഞ് ജൂലൈ 1 നമ്മൾ 2 ട്രെയിനീസിനെയും കൂടെ അപ്പോയിന്റ് ചെയ്തു. 21 വെച്ചിട്ട് അവർക്ക് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. സോ therefore salary for 2 trainees from 1st July 2016 at 21,000 per month is 21,000 വെച്ച് എത്ര പേർക്ക് കൊടുക്കണം? 2 പേർക്ക് കൊടുക്കണം. പക്ഷെ എത്ര മാസമാണ് കൊടുക്കേണ്ടത്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അതായത് another 6 months. ഇനി അവർക്ക് കൊടുക്കേണ്ട പൈസ എന്നാണ് പറഞ്ഞത്, കൊടുത്തു എന്നല്ല പറയുന്നത്. We are talking about the expense that has to be charged to P&L as an expense in regards to salary. അപ്പോൾ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഫുൾ എമൗണ്ടും നമ്മളിവിടെ കാണിക്കണം. So 21,000 into 2 into 6, which is 2,52,000. ഈ 2 വർക്ക് ഫോഴ്സ് ആണ് നമ്മൾക്ക് ഉണ്ടായിരുന്നത് അല്ലേ? സോ ടോട്ടൽ P&Lലേക്ക് ചാർജ് ചെയ്യേണ്ട എക്സ്പെൻസ് എത്രയാണ്? 31,68,000 പ്ലസ് 2,52,000. ഇറ്റ് ഈസ് 34,20,000. This is salary to be charged to P&L. Yeah. During 2016. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് amount actually paid as salary during 2016. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് സെക്കൻഡ് പാരഗ്രാഫിൽ എല്ലാവർക്കും സാലറി കൊടുക്കുന്നത് ഒരു മാസം അരിയറിലാണെന്ന്. അരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് താമസിച്ചു കൊടുക്കുന്നതിന്. ഇപ്പോൾ ഇന്ന് കിട്ടേണ്ടത് ലേറ്റ് ആയിട്ട് കിട്ടുമ്പോൾ, കിട്ടേണ്ട ദിവസം ഡ്യൂ ആകുന്ന ദിവസം കിട്ടാതെ പിന്നീട് എപ്പോഴേലും കൊടുക്കുമ്പോൾ ആ ഒരു പീരീഡിനെ നമ്മൾ അരിയർ എന്നാണ് പറയുന്നത്. ഇപ്പം സാലറി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ കഴിഞ്ഞ കുറേ വർഷത്തെ അല്ലെങ്കിൽ കുറേ നാളത്തെ പേ ഹൈക്ക് ഒക്കെ അരിയർ ആയിട്ട് കൊടുത്തു. കാരണം പേ ഹൈക്ക് ഡിക്ലെയർ ഗവൺമെന്റ് ചെയ്ത് അന്ന് തൊട്ട് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ കൊടുത്തു വരുമ്പോൾ, കാശായിട്ട് കൊടുക്കുമ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെയെല്ലാമാണ് അരിയറിൽ പേ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി അഡ്വാൻസ് ആണെങ്കിലോ, നാളെ കൊടുക്കേണ്ടത് ഇന്നേ കൊടുത്തു, അതിനെയാണ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. പെയ്ഡ് ഇൻ അരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് കൊടുക്കേണ്ടത് നാളെ കൊടുക്കുന്നു, അതായത് ഡ്യൂ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ മാസവും ജോലി ചെയ്യുമ്പോൾ ആ മാസമാണ് അതിന്റെ ശമ്പളം കിട്ടേണ്ടത്. അതായത് ജനുവരിയിൽ ഓരോ സ്റ്റാഫും വന്ന് ജോലി ചെയ്യുന്നവർക്ക് എന്നാണ് ശമ്പളം കൊടുക്കേണ്ടത്? ജനുവരി തന്നെയാണ്. പക്ഷെ ഇവിടെ ശമ്പളം കൊടുക്കുന്നതോ, ജനുവരിയിൽ വർക്ക് ചെയ്തതിന്റെ ശമ്പളം പിറ്റേ മാസം ആദ്യത്തെ ദിവസം, ഫെബ്രുവരി. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനുവരിയിലെ ശമ്പളം ഫെബ്രുവരി, ഫെബ്രുവരിയിലെ ശമ്പളം മാർച്ച്, അങ്ങനെ പോയി ഡിസംബറിലെ ശമ്പളം കൊടുക്കുന്നത് എന്നായിരിക്കും? അടുത്ത ജനുവരി 2017 കൊടുക്കുന്നത്. സോ ദാറ്റ് മീൻസ് amount paid as salary
ഇതിന് തൊട്ട് മുൻപ് എഴുതിയത് എത്ര ചാർജ് ചെയ്യണം ടു പി ആൻഡ് എൽ. പി ആൻഡ് എല്ലിലേക്ക് ചാർജ് ചെയ്യേണ്ടത് ഇസ് നെവർ റിലേറ്റഡ് ടു ഹൗ മച്ച് യു ഹാവ് ആക്ച്വലി പെയ്ഡ്. It is only related to how much you have incurred as an expense or how much you have earned as an income. It is on accrual basis, never on cash basis. So amount paid as salary during 2016 എത്രയായിരിക്കും? കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് നമ്മൾക്കറിയാം. സാലറി എക്സ്പെൻസസ് 34,20,000. പക്ഷേ അതിൽ സാലറി ഓഫ് December 16 paid in Jan 17 എത്രയൊക്കെയായിരുന്നു? 8 എംപ്ലോയീസിന് കൊടുക്കാനുണ്ടായിരുന്നല്ലേ? അപ്പോൾ 8 എംപ്ലോയീസിന് 33,000 വെച്ച് ഒരു മാസത്തെ ശമ്പളം. അവസാനം നവംബറിലെ ആണെങ്കിലും ഡിസംബറിൽ കിട്ടുന്നത്. പക്ഷെ ഡിസംബറിലെ മാത്രമാണ് നെക്സ്റ്റ് ഇയറിലേക്ക് തള്ളിപ്പോകുന്നത്. സോ വി ക്യാൻ സേ 2,64,000 ആണ് 8 എംപ്ലോയീസ് ആയിട്ടുണ്ടായിരുന്നവർക്ക് ഇനിയും കൊടുത്തു തീർക്കാനുള്ള പൈസ, വിച്ച് ഇസ് 2,64,000. ഇനി അവർ മാത്രമായിരുന്നോ എംപ്ലോയി ആയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ സ്റ്റാഫ് ആയിട്ടുണ്ടായിരുന്നത് സാലറി കിട്ടുന്നത്? അല്ല, 2 ട്രെയിനീസ് ഉണ്ടായിരുന്നു അല്ലേ? അവർക്ക് 21 വെച്ച് കൊടുക്കണമായിരുന്നു ഒരു മാസം. അവരുടെയും 2 പേരുടെ ഒരു മാസത്തെ സാലറി നമ്മൾ കൊടുക്കുന്നത് പിറ്റേ മാസമാണ് അല്ലേ? Therefore we can say 21,000 into 2, 42,000. ഇത്രയുമാണ് സാലറി എക്സ്പെൻസ് 34,20,000. ഇത്രയുമാണ് ഈ വർഷത്തെ സാലറി പേ ചെയ്തിരിക്കുന്നത്. സാലറി ഓഫ് 2016 പെയ്ഡ് ഇൻ 2016. പക്ഷെ നമ്മളോട് ചോദിക്കുന്നത് ഈ വർഷത്തെ സാലറി എത്ര പേ ചെയ്തു എന്നാണോ? അല്ല, 2016 സാലറി ആയിട്ട് നമ്മൾ എത്ര പേ ചെയ്തു. ഇറ്റ് നീഡ് നോട്ട് ബിലോങ് ടു ദിസ് ഇയർ ഓൾസോ. സോ ഇഫ് December 16 ജനുവരി 17 കൊടുക്കുന്നതെങ്കിൽ ജനുവരി 16 ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് സാലറി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? December 15, അതായത് പ്രീവിയസ് ഇയറിലെ സാലറി ആദ്യത്തെ മാസം കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? സോ therefore ആ സാലറി പേയ്മെന്റും കൂടെ ഈ വർഷം വന്നിട്ടുണ്ട്. സോ therefore സാലറി ഓഫ് 8 employees of December 15 paid in Jan 16. സോ ജനുവരി 2016 കാശായിട്ട് എത്ര പോയി എന്ന് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അത് ഏത് വർഷത്തെ സാലറി ആയിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. സോ therefore പ്രീവിയസ് ഇയറിലെ സാലറി എത്രയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? 30,000. ജനുവരി 16 തൊട്ടാണ് സാലറി ഇൻക്രിമെന്റ് വന്നത്. അപ്പോൾ ഡിസംബർ 15 കൊടുക്കാനുണ്ടായിരുന്നത് 30,000 ആണ്. കൊടുത്തത് ജനുവരി 16 ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ 2,40,000. So therefore I can say amount paid as salaries or salary paid in 2016 is 33,54,000. Yeah. Now we have computed in this manner. I believe study material അവർ ചെയ്തിരിക്കുന്നത് പേയ്മെന്റ് തന്നെ എടുത്തിട്ടാണ്. അതായത് ജനുവരി 16 പേ ചെയ്ത് 2,40,000 എടുത്തു. പിന്നെ ഫെബ്രുവരി 16 തൊട്ട് ഡിസംബർ 16 വരെ 8 എംപ്ലോയീസിന് കൊടുത്ത സാലറി എടുത്തു. 2 ട്രെയിനീസിന് കൊടുത്ത, അത് മൂന്നും ആഡ് ചെയ്തപ്പോഴും എന്ത് ആൻസർ കിട്ടി? 33,54,000 കിട്ടി. ഞാൻ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച സ്റ്റേജിൽ നിന്നാണ് കമ്പ്യൂട്ട് ചെയ്തത്. എങ്ങനെ ചെയ്താലും ആൻസർ 33,54,000 തന്നെ കിട്ടും. വിച്ച് ഇസ് കംഫർട്ടബിൾ ഫോർ യു, അത് ചൂസ് ചെയ്യണമെന്ന് മാത്രമല്ല. ഐ ജസ്റ്റ് ഷോ യു ദ ആൻസർ.
page number 7.6. Salary is actually paid in 16 നോക്കിയേ. ഡിസംബറിലെ സാലറി ജനുവരിയിൽ എത്ര പേ ചെയ്തു എന്ന് എഴുതി. ജനുവരി തൊട്ട് നവംബർ വരെ ഉള്ളത് നമ്മുടെ ഡിസംബർ വരെ പേ ചെയ്ത് എത്രയെന്ന് എഴുതി. 2 ട്രെയിനീസിന്റെ എഴുതി. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടാണ് 33,54,000. നമ്മൾ അതേ എമൗണ്ട് തിരിച്ചു കമ്പ്യൂട്ട് ചെയ്തു. എക്സ്പെൻസ് ഇത്രയായിരുന്നു, 34,20,000 ഈ വർഷത്തെ. അതിൽ കൊടുക്കാൻ പറ്റാതിരുന്ന പൈസ എത്രയായിരുന്നു അത് എഴുതി. അതിൻ്റെ കൂടെ പ്രീവിയസ് വർഷത്തെ ഈ വർഷം കൊടുത്തത് എത്ര അതും കൂടെ ആഡ് ചെയ്തപ്പോൾ വി ഗെറ്റ് ദ സെയിം ആൻസർ. സോ വിച്ച് യു ഫീൽ യു ക്യാൻ റിലേറ്റ് ടു മോർ ആസ് ലോജിക്കലി ഓർ ഈസി ഫോർ യു ടു വർക്ക് ഔട്ട് അതെടുത്തോളുക. എങ്ങനെ ചെയ്താൽ ആൻസർ സെയിം ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യനിൽ അടുത്തത് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി കണ്ടുപിടിക്കാനാണ്. എന്താണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് സാലറി? സാലറി വിച്ച് വാസ് ഓൾറെഡി ഇൻകേർഡ് ആസ് എൻ എക്സ്പെൻസ് ബട്ട് യു ഹാവൻ പെയ്ഡ് യെറ്റ്. Outstanding salary for 2016 that actually you have already computed in this model. ഈ മോഡലിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തു. എങ്ങനെ കമ്പ്യൂട്ട് ചെയ്തേ? രണ്ടാമത്തെ സാലറി ഓഫ് ഡിസംബർ 16 പെയ്ഡ് ഇൻ ജാൻ 17 നമ്മൾ എഴുതിയ ഈ കമ്പ്യൂട്ടേഷൻ. ജനുവരി 17 പേ ചെയ്യുന്ന ഈ സെന്റൻസിൽ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ഡിസംബറിൽ 16 ബുക്ക് ക്ലോസ് ചെയ്തപ്പോൾ ഇറ്റ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്, ഐ ഹാവ് നോട്ട് പെയ്ഡ് ഇറ്റ് യെറ്റ്. സോ ഈ എമൗണ്ടുകൾ രണ്ടും എടുത്തെഴുതിയാലും മതി. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തതുപോലെയാണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തതെങ്കിൽ നിങ്ങൾ then you will have to compute it separately under the outstanding salary for 2016. 8 employees അല്ലെങ്കിൽ ഡിസംബർ സാലറി ഓഫ് 8 employees 33,000. ആ കമ്പ്യൂട്ടേഷൻ വീണ്ടും എഴുതാം. 8 പേർക്ക് ഒരു മാസത്തെ ശമ്പളമായിരുന്നു കിട്ടാനുണ്ടായിരുന്നത് വിച്ച് ഇസ് 2,64,000. ഇനി അതേപോലെ ഡിസംബർ 16 സാലറി ഓഫ് 2 ട്രെയിനീസ് 21,000 വെച്ച് 2 പേർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഒരു മാസത്തെ സാലറിയാണ് നമ്മൾ കൊടുക്കായിരുന്നത്. സോ 42,000 എന്ന് പറയുമ്പോൾ we have total 3,06,000 as outstanding salary as on 31st December 2016, and this will be shown as a liability in our balance sheet. Yeah, so this is another type of question which you can be questioned on, which you can be asked to work on. So question number 2 കഴിഞ്ഞു. ഇനി question number 3 നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. question number 4 പെട്ടെന്ന് നമ്മൾക്കൊന്ന് ചെയ്യാം. Mr. Kotriwal is engaged in business of selling magazines. Several of his customers pay money in advance for subscribing his magazines. Information related to year ended 31st March 2017 has been given below. On 1/4/2016, he had a balance of 2 lakh advance from customers, of which 1,50,000 is related to year 2016-17, while remaining pertains to year 2017-18. During the year 2016-17, he made cash sales of 5 lakh. You are required to compute total income of 16-17, total money received during the year if the closing balance in advance from customers were 1,70,000. ഇനി 16, 17, 17, 18 എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ ഇയർ മാർച്ച് തൊട്ട് ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയുള്ള കോൺസെപ്റ്റിൽ കണക്കുകൾ ചെയ്യുന്നവർക്കാണ്. ജനുവരി തൊട്ട് ഡിസംബർ ആണെങ്കിൽ നമ്മൾ ഇയർ എന്ന് പറയുന്നത് അല്ല ഫൈനാൻഷ്യൽ ഇയർ 2016 ആ വർഷത്തിന്റെ മാത്രമേ പറയുള്ളൂ. പക്ഷെ 2 വർഷമായിട്ട് കലണ്ടർ ഇയറിൽ 2 സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്ന ഫൈനാൻഷ്യൽ ഇയർ ആണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ഏപ്രിൽ 16 തൊട്ട് മാർച്ച് 31, 2017 വരെയാണ് 12 മാസത്തെ കണക്ക് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഫൈനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യുന്നവരെയാണ് നമ്മൾ 16-17 ഇയർ എന്ന് പറയുന്നത്. അതായത് ഏപ്രിൽ 16 സ്റ്റാർട്ട് ചെയ്യുന്നു, മാർച്ച് 17 എൻഡ് ചെയ്യുന്നു. ഇപ്പൊ 17-18 ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? 1/4/17 to 31st March 18 വരെ കണക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഫൈനാൻഷ്യൽ ഇയർ 17, 18, 18, 19 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത്. ഇഫ് ഇയർ എൻഡ് 2016 എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഫോളോ ചെയ്യുന്നത് ജനുവരി ടു ഡിസംബർ ആണ്. ഒറ്റ കാലണ്ടർ ഇയറിൽ തന്നെയാണ് 12 മാസത്തെ നമ്മളുടെ അക്കൗണ്ടിങ് പീരീഡും കിടക്കുന്നത്. സോ വിത്ത് ദാറ്റ് ഇൻ മൈൻഡ് ലെറ്റ്സ് കമ്പ്യൂട്ട് or work out question number 4. Practical question number 4. So we are asked
എന്താണ് ടോട്ടൽ ഇൻകം ഫോർ ദ ഇയർ 16-17 കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 16-17 അയാൾ ക്യാഷ് സെയിൽസ് മാത്രം എത്ര നടത്തി എന്ന് പറയുന്നുണ്ട്, 5 lakhs. അപ്പോൾ ക്യാഷ് സെയിൽ ആണെങ്കിൽ ആ വർഷം തന്നെ സെയിലായി വന്നാണ് അല്ലേ. സോ ക്യാഷ് സെയിൽസ് of 16-17, that is the income for that year itself. So 5 lakh ആ വർഷത്തെ തന്നെ അയാളുടെ ഇൻകം ആണ്. അതിൻ്റെ കൂടെ 16-17 അയാൾക്ക് വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ നമ്മൾ കണ്ടുപിടിക്കും. ഇവിടെ അയാൾ അഡ്വാൻസ് ആയിട്ടാണ് അയാളുടെ മാഗസീനിന് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ അയാളുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് 1/4/2016 എടുത്തപ്പോൾ 2 ലക്ഷം രൂപയുണ്ടായിരുന്നു. അതിൽ 1,50,000 മാത്രമാണ് 16-17 ഇൻകം. അപ്പൊ ബാക്കി 50,000 അയാൾ അഡ്വാൻസ് വാങ്ങിച്ചിരിക്കുന്നത് അടുത്ത വർഷത്തേക്ക് വേണ്ടിയാണ്, അതായത് 17-18 അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങൾക്ക് വേണ്ടിയാണ്. സോ ഈ 2 lakhൽ നിന്ന് 1,50,000 ഏപ്രിൽ 2016 അഡ്വാൻസ് ആണ് നമ്മൾ പറഞ്ഞാലും 16-17 ആ 12 മാസം എടുക്കുമ്പോൾ this 1,50,000 has become the income for Mr. Kotriwal. Yeah, so therefore the next income for him in the nature of advance, income received as advance during previous years. 16 സ്റ്റാർട്ടിങ്ങിലാണ് 2 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ പണ്ട് എപ്പോഴെങ്കിലും ഇയാൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചേക്കും അല്ലേ. അതിൽ 1.5 ലക്ഷം രൂപ ഈ വർഷത്തേക്കുള്ളത് ഇൻകം ആണെന്ന് പറയുന്നു. സോ therefore അയാൾക്ക് ടോട്ടലി ഉള്ള ഇൻകം എത്രയാണ് ഫോർ 16-17 is 6,50,000. ടോട്ടൽ ഇൻകം ഫോർ ഇയർ 16-17. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് find out how much money is received during the year, during the year if closing balance in advance from customers account is 1,70,000. എത്ര പൈസ നമ്മൾക്ക് ഈ വർഷം അഡീഷണലി അടുത്ത വർഷത്തേക്കുള്ള അഡ്വാൻസ് ആയിട്ട് ഒക്കെ കിട്ടിക്കാണും എന്നുള്ളത്. സോ അത് നമ്മൾക്ക് അക്കൗണ്ട് രൂപത്തിൽ വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എഴുതാം. അപ്പോൾ അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ് ഞാനൊരു അക്കൗണ്ട് ആയിട്ട് കാണിച്ചു തരാം. അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അഡ്വാൻസ് 2 ലക്ഷം ഉണ്ടായിരുന്നു 1/4/2016 എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ അർത്ഥം 31 മാർച്ച് 2016 this was an advance. Now if it is an advance from customers, which means അവർക്ക് നമ്മൾ സെയിൽ ചെയ്യാത്ത സാധനത്തിന് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. which means it is a liability from the business perspective. അല്ലെ, അവർ എന്ന് ചോദിച്ചാലും നമ്മൾ തിരിച്ചു കൊടുക്കണം. കാരണം അഡ്വാൻസ് ആണ്, അവർ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊന്നും നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. സോ അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ് വിൽ ഓൾവേസ് ബി എ ലയബിലിറ്റി. 1/4 therefore 2016 ഓപ്പണിംഗ് ബാലൻസ് വിൽ ബി ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. അപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞു, അല്ലെ ട്രേഡ് റിസീവബിൾസിനോ ഡെറ്റേഴ്സ് എന്നോ പറഞ്ഞു, അസറ്റ് സൈഡിൽ നമ്മളുടെ കയ്യിൽ കിടക്കുന്നത് എന്താണ് എപ്പോഴും? ഇറ്റ് ഈസ് എൻ അസറ്റ് ബിക്കോസ് യു ഹാവ് സോൾഡ് ദം യുവർ പ്രോഡക്ട്സ് or your services, but they still haven't paid in full. ഇപ്പൊ 2 ലക്ഷത്തിന് സാധനം നിങ്ങൾ വിറ്റു, അവര് നമ്മൾക്ക് 1.5 ലക്ഷമേ തന്നിട്ടുള്ളെങ്കിൽ നമ്മൾക്ക് പറയാം ബാക്കി 50,000 കൂടെ അവരെനിക്ക് തരാനുണ്ട്, അതുകൊണ്ടാണ് അവരെന്റെ അസറ്റ് ആവുന്നത്. ഇവിടെ തിരിച്ചാണ്, 2 ലക്ഷത്തിന് സാധനമേ നമ്മൾ അവർക്ക് വിറ്റിട്ടുള്ളൂ, അവര് 4 ലക്ഷം തന്നാലോ പൈസ, അതിന്റെ അർത്ഥം ഓൾറെഡി വിറ്റതിന് അവർ 2 ലക്ഷം തന്നു, ബാക്കി 2 ലക്ഷം തന്നിരിക്കുന്ന അഡ്വാൻസ് ആയിട്ടാണ്, അത് അടുത്ത വർഷങ്ങളിലേക്ക് വേണ്ടി അവർ തന്നിരിക്കുന്നതാണ് എന്ന് വേണമെങ്കിലും അവർക്ക് തിരിച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഒരു ഐറ്റം പോലും അവർക്ക് വിറ്റിട്ടില്ല. So therefore advance from customers will be a liability and hence a credit balance. ഇനി ഇതിൽ ഈ വർഷത്തെ ഇൻകം ആണ് 1.5 ലക്ഷം എന്ന് പറയുന്നു അല്ലെ. അപ്പോൾ നമുക്ക് ഇന്ന് അല്ലെങ്കിൽ ഈ 16-17 എന്ന് പറയുന്ന പീരിയഡിൽ ഈ അഡ്വാൻസ് കിട്ടിയതിൽ നിന്ന് എന്ത് എഴുതാം? സെയിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സാധാരണ സെയിൽ എൻട്രി വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അല്ലെ. ഇവിടെ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അഡ്വാൻസ് ആണ്, ആൾക്കാർ സെയിം ആണ്, അക്കൗണ്ടിന്റെ ബാലൻസ് മാത്രമാണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ കിടക്കുന്നത്.
സോ അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സിനെ ആയിരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ പോകുന്നത്. Instead of debtors, because party is same. Only thing is that you have collected advance from them and hence they will have a credit balance. Debtors എന്ന് നമ്മൾ പൊതുവേ കാണിക്കുന്നത് അവർക്കൊരു ഡെബിറ്റ് ബാലൻസ് ഉള്ളപ്പോഴാണ്. സോ സെയിൽസിലേക്ക് നമ്മൾ അഡ്വാൻസിൽ നിന്ന് എൻട്രി ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഈ വർഷത്തെ 1.5 ലക്ഷം ഇൻകം. ഇനി എനിക്ക് പൈസ ഒന്നും കിട്ടാനില്ല, ഓൾറെഡി ബാങ്കിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടും വർഷം അവസാനമായപ്പോൾ എഗൈൻ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അഡ്വാൻസ് 1,70,000 ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ക്രെഡിറ്റ് ബാലൻസ് വീണ്ടും അഡ്വാൻസ് തന്നെയാണ്. സോ 31st March 17 if it should have a credit balance, it means that credit side was heavier, and to make it equal and to make both debit and credit sides equal, ഞാൻ ഡെബിറ്റിൽ കൊണ്ട് ആ ബാലൻസിങ് ഫിഗർ എഴുതിക്കാണ്. ബാലൻസ് ക്യാരിഡ് ഡൗൺ 1,70,000. അങ്ങനെ ആയിരിക്കണം 1,70,000 ആണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് ഞാൻ കണ്ടുപിടിക്കുന്നത് അല്ലേ. സോ നമ്മൾക്ക് അറിയാവുന്ന എല്ലാ ഇൻഫർമേഷനും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ലെഡ്ജർ ടാലി ആയോ? ടാലി ആയില്ല, കാരണം മിസ്സിംഗ് ഫിഗർ ഒരെണ്ണം കിടപ്പുണ്ട്. വാട്ട് ഇസ് എ മിസ്സിംഗ് ഫിഗർ? ഈ വർഷം കളക്ട് ചെയ്ത പൈസ എത്രയെന്ന് ഉള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡ് നോക്കുക, എത്രയുണ്ട് ടോട്ടൽ എഴുതിയിരിക്കുന്നത്? 3,20,000. സോ ഇവിടെയും 3,20,000 എന്ന് പറയുമ്പോൾ which means I would have received another 1,20,000 from them in bank. സോ നോർമലി നമ്മൾ വർക്കൗട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതും, ഈ വർഷം കിട്ടിയ പൈസ എത്രയെന്ന് എഴുതും, ഈ വർഷം മാറ്റിയ സെയിൽസ് എത്രയെന്ന് എഴുതി ക്ലോസിംഗ് ബാലൻസിലേക്ക് വരികയാണ്. പക്ഷെ ഇവിടെ നമ്മൾക്ക് ക്ലോസിംഗ് ബാലൻസും മറ്റു പല ട്രാൻസാക്ഷനും തന്നിട്ട് ഈ ക്ലോസിംഗ് ബാലൻസിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിച്ച മിസ്സിംഗ് ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മളുടെ വർക്ക്. സോ ലോജിക്കലി സ്പീക്കിംഗ് ഈ എമൗണ്ട് ഉണ്ടെങ്കിലേ നമ്മൾക്ക് 1,70,000 എത്താൻ പറ്റുകയുള്ളൂ. അതായിരിക്കും നടന്നിരിക്കുന്നത്. പക്ഷെ ആ ഇൻഫർമേഷൻ നമ്മൾക്ക് അവൈലബിൾ ആക്കാതെ നമ്മളോട് ഒരു മിസ്സിംഗ് വേരിയബിൾ കണ്ടുപിടിക്കാൻ പറയുകയാണ്. സോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ലെഡ്ജർ നിങ്ങൾക്ക് ധറവായിരിക്കണം. ഓരോ ട്രാൻസാക്ഷനും വരുമ്പോൾ ജേർണലൈസ് ചെയ്യുന്ന എങ്ങനെയെന്നൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ സേ ഓക്കെ 1,70,000 അവർ നമ്മൾക്ക് തന്നത് ഈ ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്തായിരിക്കും. ബട്ട് ആസ് എ പേഴ്സൺ ഹു ഇസ് സോൾവിങ് ദിസ് പ്രോബ്ലം യു ആർ സപ്പോസ് ടു ടെൽ ഓക്കെ ദിസ് ഇസ് ദ റീസൺ, അല്ലെ 1,20,000 ബാങ്ക് റെസിപ്റ്റ് വന്നതാണ് നിങ്ങൾ തന്ന 1,70,000 ക്ലോസിംഗ് ബാലൻസ് ആവാൻ കാരണമെന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റണം. സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ദേ ഹാവ് ആസ്ക്ഡ്. So with that, question number 4 is also over. Let's quickly move on to question number 5. Mr. Birla is a proprietor engaged in business of trading electronics. An expert from his trading and P&L account is as follows. Cost of goods sold. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ക്ലോസിംഗ് സ്റ്റോക്കും ഒന്നും എഴുതാതെ ഡയറക്ട്ലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് തന്നിരിക്കുകയാണ്. ഫോർമുല നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സസിലൊക്കെ നമ്മൾ പല ചാപ്റ്ററിലും പറഞ്ഞാണ്. സെയിം തിങ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആ 3 എൻട്രീസും ഈ ട്രേഡിങ്ങിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല. അത് 3ഉം തരാതെ പകരം ക്യുമുലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നെറ്റ് ഒറ്റ ഒരു ഫിഗർ കാണിച്ചു എന്നുള്ളത് ഉള്ളൂ. വിച്ച് ഇസ് ഹാവിംഗ് ദി ഇമ്പാക്ട് ഓഫ് ഓൾ ദോസ് 3 items. ഗ്രോസ് പ്രോഫിറ്റ്, സെയിൽസ്, കുറച്ച് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. കമ്മീഷനെ കുറിച്ചും പറയുന്നുണ്ട്. കമ്മീഷൻ ഇസ് ചാർജ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 10%. സെല്ലിംഗ് എക്സ്പെൻസസ് amount to 1% of total sales. You are required to compute the missing figures. അതായത് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. So how will we compute it? So it need not be a necessary that you have to start with C തന്നെ ആയിരിക്കണം, D തന്നെ, അതായത് ഓർഡറിൽ ഏറ്റവും മേലെ തന്നിരിക്കുന്ന തന്നെ ആകണം എന്നൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി നോക്കുക, ഏത് രീതിയിലായിരിക്കണം വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ ഇൻഡിക്കേഷൻ ഉണ്ട്. ഓർഡർ നോക്കിയേ, എ തന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്, ബി സെല്ലിംഗ് എക്സ്പെൻസസ്. അതായത് ആ ഓർഡറിൽ കണ്ടുപിടിക്കുന്ന ആയിരിക്കണം ഇവിടെ ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ മിസ്സിംഗ് ഫിഗർ എയുടെ ഓർഡർ ആദ്യം കണ്ടുപിടിച്ചാൽ യു ക്യാൻ മൂവ് അഹെഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് മേ ബി ബി, ഡി ആൻഡ് ഇ, അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ള ഇൻഡിക്കേഷൻ ഈ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ തരാതെ ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും തന്നിരിക്കുന്നത്, എ ബി സി ഡി എന്നൊന്നും പറയാതെ.
അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് തരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അറൈവ് ചെയ്യേണ്ടി വരും ഏതായിരിക്കണം ഏറ്റവും ആദ്യം ഈ തന്നിരിക്കുന്ന ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത്. So A തന്നിട്ടുണ്ട് net profit and commission is charged at 10%. Selling expenses amount to 1% of total sales. അപ്പോൾ രണ്ട് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസ് സെയിൽസിന്റെ മേൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ സെയിൽസ് ഫിഗറും നമ്മളുടെ കയ്യിലില്ല, സെല്ലിംഗ് എക്സ്പെൻസസ് നമ്മളുടെ കയ്യില്ല. അപ്പോൾ അത് നമ്മൾക്ക് കണ്ടുപിടിക്കാം. പിന്നെ നമ്മളുടെ കയ്യിലുള്ളത് എന്താണ്? കമ്മീഷൻ ചാർജ് ചെയ്യുന്ന 10%. അപ്പോൾ കമ്മീഷനിലേക്ക് ഒന്ന് പോയി അതിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട് ആൻഡ് അത് കണ്ടുപിടിക്കേണ്ട മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. Commission to manager on net profit before charging such commission. Yeah. So what was the formula that we have learned in commission? Our concept പഠിച്ചപ്പോൾ commission on net profit before charging such commission, commission on net profit after charging such commission. അതിനകത്ത് നമ്മൾ ഫോർമുല ഒന്ന് നോക്കി. Commission on net profit before charging such commission is equal to profit before commission into rate of commission divided by 100. ഇനി കമ്മീഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്ന ആഫ്റ്റർ ചാർജിങ് ആ കമ്മീഷൻ എത്രയാണെന്നാണെങ്കിൽ സെയിം വേ പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ ഇൻറ്റു റേറ്റ് ഓഫ് കമ്മീഷൻ ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് ഓഫ് കമ്മീഷൻ. ഇറ്റ് ഈസ് നത്തിങ് ടു വറി, വി വിൽ ഫൈൻഡ് ഔട്ട് ലോജിക്കലി. ആ സെയിം ഫോർമുല നമ്മൾക്ക് ലോജിക്കലി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ കമ്മീഷൻ 2 ലക്ഷമാണ്. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് എഴുതാം. Commission is equal to 2 lakh. Yeah, and then it says that commission on net profit before charging such commission. Yeah. So ഇത് കണ്ടുപിടിച്ച് ഇതിന്റെ ഫോർമുല എന്താണ്? കമ്മീഷൻ ബിഫോർ ചാർജിങ്, അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ ബേസിലാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അതിന്റെ മേൽ ആ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റിന്റെ മേൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? റേറ്റ് അപ്ലൈ ചെയ്യും, 10% ഡയറക്റ്റ്ലി. ഇതാണ് നമ്മളുടെ ഫോർമുല. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ എന്താണോ അതിന്റെ മേൽ 10% അപ്ലൈ ചെയ്ത് കമ്മീഷൻ കണ്ടുപിടിക്കുക. സോ therefore we can say കമ്മീഷന്റെ എമൗണ്ട് 2 lakh എന്ന് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ ഇൻറ്റു 10% ആണ് ക്വസ്റ്റ്യൻ. Therefore മാത്തമാറ്റിക്സിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന പോലെ therefore net profit before commission is equal to 2 lakh divided by 10%, which means it is 20 lakh. Yeah, now coming back to the question. കമ്മീഷന് തൊട്ട് മുൻപുള്ള പ്രോഫിറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അതായത് ഈ ബി കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഐറ്റം ഉണ്ടായിരുന്നെങ്കിൽ ആ സ്റ്റേജ് വരെയുള്ള എക്സ്പെൻസുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് ആണ് 20 ലക്ഷം. എന്നാൽ അതിൽ നിന്ന് കമ്മീഷൻ കഴിഞ്ഞിട്ടാണ് ശരിക്കുമുള്ള നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? ബിഫോർ ചാർജിങ് കമ്മീഷൻ അല്ല, കമ്മീഷൻ ശേഷമുള്ളത്. സോ therefore we can say net profit after charging commission is equal to 20 lakh കമ്മീഷന് മുൻപുള്ള ലാഭമാണ്. അതിൽ നിന്ന് ആകെപ്പാടെ പോവാനുള്ള കമ്മീഷൻ എന്ന് പറയുന്ന എക്സ്പെൻസേ ഉള്ളൂ. അപ്പോൾ ബാക്കി 18 ലക്ഷമായിരിക്കും എ. ഞാൻ എ റെഫറൻസ് കൊടുത്തത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുകൊണ്ടാണ്. 18 lakh. നൗ കമ്മീഷന്റെ മറ്റൊരു രീതിയിലുള്ള പ്രസന്റേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ കോൺസെപ്റ്റ് വന്നാൽ എങ്ങനെ ചെയ്യണമെന്നുള്ളതും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് പറയാം. ഇൻ സെയിം പി ആൻഡിൽ പല എക്സ്പെൻസുകളുണ്ട് അല്ലെ, അത് കഴിഞ്ഞിട്ടാണ് ടു കമ്മീഷൻ 2 lakh എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നെറ്റ് പ്രോഫിറ്റ്. ഇഫ് ക്വസ്റ്റ്യനിൽ കമ്മീഷൻ 10% എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ആയിരുന്നു ക്വസ്റ്റ്യനിലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ
ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട് ടു ഓപ്പൺ ദ ഷീറ്റ് അഗൈൻ. പേജ് നമ്പർ 7.29 കമ്മീഷൻ ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ, അതായത് 2 ലക്ഷം നമ്മൾക്ക് കിട്ടിയത് ശരിക്കും ഈ നെറ്റ് പ്രോഫിറ്റിന്മേൽ ഒരു പെർസെൻറ്റേജ് അപ്ലൈ ചെയ്തിട്ടാണ്. പക്ഷെ ഈ നെറ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 2 lakh നിങ്ങൾക്ക് അറിയണം. അതായത് ഇന്റർലിങ്ക്ഡ് ആണ് ഫോർമുല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബേസ്. സോ അങ്ങനെയാണെങ്കിൽ ഹൗ വിൽ യു വർക്ക് ഔട്ട്? നൗ നെറ്റ് പ്രോഫിറ്റ്, if I say that commission കഴിഞ്ഞിട്ട് കിട്ടേണ്ട നെറ്റ് പ്രോഫിറ്റ് ഫിഗർ നമ്മൾക്കറിയില്ല. പക്ഷെ if I assume it to be full 100%, and in this question 10% ആയിരുന്നു കമ്മീഷൻ എങ്കിൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം കമ്മീഷന് തൊട്ട് മുൻപ് വരെയുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയായിരിക്കും? 110% ആയിരിക്കല്ലേ? അതായത് 110% മൈനസ് 10% ആയിരിക്കണം ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് 100%ലേക്ക് എത്തേണ്ടത് അല്ലേ? അത്രയും ക്ലിയർ ആയല്ലോ. സോ therefore I can see commission 2 lakh will be profit before commission. കാരണം അതായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക, അതായത് ഈ സ്റ്റേജിന് മുൻപുള്ളത്. ദാറ്റ് ഇൻടു 10, ബിക്കോസ് 10% ആണ് കമ്മീഷൻ ചെയ്യുന്നത്. പക്ഷെ ഡിവൈഡ് ചെയ്യേണ്ടത് 100 ആയിട്ടല്ല, ഡിവൈഡ് ചെയ്യേണ്ടത് 110 ആയിട്ടാണ്. ബിക്കോസ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ നമ്മൾ പറഞ്ഞു 110% ആണ്. എന്താ ലോജിക്കലി ഒന്ന് ആലോചിക്കുക, 10% കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ആ 10% ചെയ്ത് കിട്ടുന്ന ആൻസർ കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിന്മേലാണ് കമ്പ്യൂട്ടേഷൻ നടത്തിയിട്ട്. അതായത് രണ്ടും ഇന്റർലിങ്ക്ഡ് ആണ്. കമ്മീഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ നെറ്റ് പ്രോഫിറ്റ് വേണം, ഈ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കമ്മീഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ യു വുഡ് ബി ഗിവൻ ദ അതർ വേ അറൗണ്ട്. അതായത് യു വുഡ് ബി ഗിവൻ ദ എമൗണ്ട് ബിഫോർ ചാർജിങ് കമ്മീഷൻ നെറ്റ് പ്രോഫിറ്റ് എന്താണെന്ന് തന്നിരിക്കും, and commission percentage തന്നിരിക്കും. Then you have to understand that net profit തന്നിരിക്കുന്നത് will represent 110% or 105. അതിപ്പം കമ്മീഷൻ 5% ആയിരുന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 105%. That will keep on differing. So 105% ആണ് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ, and I have to arrive at the net profit after charging commission എങ്കിൽ you will follow this formula. Commission is equal to profit before, that തന്നിരിക്കുന്ന profit whatever be the amount, ഈ ഒരു amount, that into 10, because you are supposed to find out the commission. അത് 10% ആണ് ക്വസ്റ്റൻ എന്ന്. സോ മൾട്ടിപ്ലൈ ബൈ 10. ഡിവൈഡ് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന എമൗണ്ടിന്റെ പെർസെൻറ്റേജ് റെപ്രസെൻറ്റേഷൻ എത്ര? 105 ആണോ 110 ആണോ whatever be 105. അതായത് 105% net profit before commission, commission 5%, then you will arrive at the net profit after charging commission. ഇതിനെയാണ് അവർ ടെക്സ്റ്റിൽ ഒരു ഫോർമുല ആയിട്ട് തന്നിരിക്കുന്നത്. സോ കമ്മീഷൻ ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ എടുക്കുക, ഇൻടു ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന റേറ്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ്. അത് തന്നെ നമ്മൾ ലോജിക്കലിയും പറയാൻ ശ്രമിച്ചത്. So if that question, such kind of question is asked, you have to follow that formula. പക്ഷെ ഇവിടെ ക്വസ്റ്റനിൽ ഡയറക്ട്ലി നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ തന്നെയാണ് തന്നത്. അതുകൊണ്ടാണ് ഡയറക്ട്ലി 10% തന്നെ നമ്മൾ എടുത്തത്. So I hope that is clear. So point number A കണ്ടുപിടിച്ചു. A കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ can we find out B? Yes, because ഇവിടെ നോക്കിയേ, ട്രേഡിംഗ് P&Lന്റെ മിസ്സിംഗ് ഫിഗേഴ്സിൽ P&L ഡെബിറ്റ് സൈഡിലെ മിസ്സിംഗ് ഫിഗറും G എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾക്ക് അറിയാൻ മേലാത്തൊരു എമൗണ്ട് ആണോ? അല്ല, നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് അറിയാം. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഏത് സൈഡ് ആയിരിക്കും കൂടുതൽ? ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. അതായത് ഗ്രോസ് പ്രോഫിറ്റും മിസലേനിയസ് ഇൻകവും കൂട്ടി 60 ലക്ഷം നമ്മൾക്ക് കിട്ടിയാൽ ദാറ്റ് 60 ലക്ഷം തന്നെ ആയിരിക്കും നമ്മൾ ഡെബിറ്റിലേക്ക് കൊണ്ട് G ആയിട്ട് എഴുതുന്നത്. സോ 60 ലക്ഷം നിങ്ങൾക്ക് കിട്ടി, A നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചു. Can't you find out B? Yes. So that will be the next step. So I'll write the P&L. Or I need not write the P&L, I'll just write the computation. So selling expense is equal to 60 lakh. 60 lakh വന്നത് എങ്ങനെയാണെന്ന് നോക്കുക. Since
G is 60. Yeah. Minus commission 2 ലക്ഷം പോകണം. പിന്നെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച 18 ലക്ഷം പ്രോഫിറ്റ് പോകണം. വേറെ എന്തൊക്കെയാണ് എക്സ്പെൻസസ് ഉള്ളത്? ഓഫീസ് എക്സ്പെൻസ് 13ഉം 26 ലക്ഷം. So minus 13 lakh and minus 26 lakh. So therefore I can say 60 lakh minus 2 lakh minus 18 lakh minus 13 lakh 1 lakh 13 lakh and 1 lakh 30,000. So that is 1 lakh selling expenses, which is B. Yeah. If B nammalku kitti selling expense kitti kayinal, then can't we find total sale? Yes, because selling expense എത്ര percentage ആണെന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്ര percentage on sales ആണ്. So therefore I can say next step is to find out sales. Selling expenses in the formula നമ്മൾക്ക് തന്നിരിക്കുകയാണ് is sales into 1%. And we have selling expense already computed as 1 lakh. Therefore, my sales is going to be sales. The C is going to be nothing but 1 lakh divided by 1%. That is going to be 1 crore. It is 1 crore rupees. So sales നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. So sales കണ്ടുപിടിച്ചാൽ ഇനി ക്വസ്റ്റനിൽ എന്താണ് മിസ്സിംഗ് ഫിഗർ എന്ന് നോക്കുക. ബി കണ്ടുപിടിച്ചു, എ കണ്ടുപിടിച്ചു, സി കണ്ടുപിടിച്ചു. അടുത്ത നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഡി ആണെന്ന് ക്വസ്റ്റനിൽ തന്നെ പറയുന്നുണ്ട്. So sales 1 crore ആണ്, cost of goods sold 45 lakh ആണെങ്കിൽ what is gross profit? This one you can either ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു ലൈൻ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ പോയി gross profit കണ്ടുപിടിക്കാൻ ട്രേഡിംഗ് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. So gross profit, whichever way you find it comfortable. Gross profit D is equal to sales minus COGS, cost of goods sold. That is 1 crore minus 45 lakh, which is going to be 55 lakh. Yeah. So we have found out gross profit also. ഈ gross profit ആയിരിക്കും താഴേക്ക് നമ്മൾ എടുത്തെഴുതേണ്ടത്. So ആ 55 lakh നമ്മൾ എടുത്തു. ഇനി മിസലേനിയസ് ഇൻകം ഈ കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ കണ്ടുപിടിക്കും? ഗ്രോസ് പ്രോഫിറ്റ് 55 lakh ആണെന്ന് അറിയാം. മിസലേനിയസ് ഇൻകം കൂടെ വന്നു കഴിയുമ്പോൾ ടോട്ടൽ 60 lakh ആണെന്ന് അറിയാം. So therefore I can say miscellaneous income E is equal to 60 lakh total minus gross profit 55 lakh. That is going to be 5 lakh rupees. So with this we have found out all missing figures. So I hope ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ളത്. ഇങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ. ഈ കമ്മീഷൻ്റെ കാര്യമൊന്ന് മാത്രം ഓർമ്മയിൽ വെച്ചേക്കുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ബിഫോർ കമ്മീഷനാണ്. ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ആണെങ്കിൽ 10 divided by 110 വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. So therefore with that we complete question number 5. Question number 1 and 3 നിങ്ങൾ തനിയെ ട്രൈ ഔട്ട് ചെയ്താൽ മതി. ഇനി illustration number 12 കൂടെ നമ്മളൊന്ന് ചെയ്യുകയാണ്, which is a full-fledged problem, and with that we will wind up this chapter. The following is the schedule of balances as on 31st March 2017. Extracted from the books of Sri Gavaskar, who carries on business under the same name and style of Messrs. Gavaskar, Vishwanath and Company at Bombay. Cash in hand, cash in bank, debtors, stock 31st March 2017 ആണ് ചെയ്യേണ്ടതെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. Furnitures and fixtures, office equipment, buildings, motor car തന്നിട്ടുണ്ട്. Then sundry creditors, loan from Vishwanath, provision for bad debts under purchases, purchase return, sales return, salary, rent for go down, interest on loan, rates and taxes, discount allowed to debtors, discount received from creditors, freight on purchases, carriage outwards, drawings, printing and stationery, electricity charges, insurance premium, general office expenses, bad debts, bank charges,
motor car expenses and capital account. And total വന്നിട്ടുണ്ട് tallied ആണോ എന്നൊന്ന് check ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് തരുന്ന question. Prepare trading and P&L account for the year ended 31st March 2017 and the balance sheet as at that date after making provision for the following. Depreciate. Building used for business by 5%, furniture by 10%. One steel table purchased during the year for 14,000 was sold for the same price, but the sale proceeds were wrongly credited to sales account. Office equipment by 15%. Purchase of a typewriter during the year had been wrongly debited to purchase account, and motor car by 20%. Value of closing stock 4,40,000. 2 months rent is outstanding. Interest on loan is payable at 12% per annum. The loan was taken from 1/5/2016. Reserve for bad debts is to be maintained at 5% of sundry debtors. Insurance premium includes paid towards proprietor's life insurance policy, and the balance insurance charges cover period from April to June. അപ്പോൾ നമുക്ക് ആൻസർ വർക്ക്ഔട്ട് ചെയ്യാം. So illustration number 12. And ഇതിൽ study material open ആണ്. If it is difficult to shuffle through screens, I'll just use that also with me. അപ്പോൾ നിങ്ങളും study material കയ്യിൽ എടുത്തെന്ന് വെച്ചേക്കുക ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യും. Illustration number 12. So നമ്മളോട് ട്രേഡിംഗ് P&L and ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. So Gavaskar, Vishwanath and Co. Trading and P&L account. For the year ended 31st March 2017. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങാം. ഇനി എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ഒക്കെ വരികയാണെന്ന് തോന്നുകയാണ് അപ്പോൾ നമ്മൾക്ക് വർക്കിംഗ് നോട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു നോട്ട്സിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. സോ ഐ സ്റ്റാർട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചിട്ട്. ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ട്രയൽ ബാലൻസിന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ദാറ്റ് ഇസ് stock as on 1st April 2016 6,20,000. So 6,20,000. Then we have purchases. So purchases question lo noka. Purchase തന്നിട്ടുണ്ട്. Purchase returns ഉണ്ട് 14,26,000. പിന്നെ point number 1 additional points-നകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്തിനെ കുറിച്ചാണ്? പോയിന്റ് നമ്പർ സി. ഓഫീസ് എക്യുപ്മെന്റിനകത്ത് ഒരു പർച്ചേസ് ടൈപ്പ്റൈറ്ററിന്റെ ഒരു പർച്ചേസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ അറിയാതെ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യണം. പക്ഷെ ആ കറക്ഷൻ വലിയൊരു ഇംപ്ലിക്കേഷൻ പർച്ചേസസിൽ വരുന്നില്ല. വെറുതെ നമ്മൾ പർച്ചേസ് റിട്ടേൺ പോലെ ഒരു എമൗണ്ട് എടുത്ത് മാറ്റിയാലും മതി അല്ലേ. ഇംപ്ലിക്കേഷൻ വരാൻ പോകുന്നത് ഓഫീസ് എക്യുപ്മെന്റിനകത്തപ്പോൾ ഈ 40,000 കയറി വന്നിട്ടില്ല. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ അത് പർച്ചേസിനാണ് കിടക്കുന്നത്. പർച്ചേസിന് എലിമിനേറ്റ് നമ്മൾ ഓഫീസ് എക്യുപ്മെന്റിൽ കൊണ്ടിടുമ്പോൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഡിപ്രിസിയേഷനൊക്കെ കമ്പ്യൂട്ടേഷൻ. അപ്പോൾ അതൊരു കുറച്ചും കൂടെ വലിയൊരു കമ്പ്യൂട്ടേഷൻ ആണെന്ന് നമ്മൾക്ക് പറയാം. പർച്ചേസിനെ വലുതായിട്ട് ബാധിക്കുന്നില്ല. ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ട്രേഡിങ്ങിനുള്ളിൽ തന്നെ കൊടുത്താൽ നമ്മൾക്കത് വർക്ക്ഔട്ട് ചെയ്യാം. സോ അതിനൊരു വർക്കിംഗ് നോട്ടിന്റെ ആവശ്യമില്ല. ഐ വിൽ റൈറ്റ് വിത്തിൻ ദ ഇന്നർ കോളം പർച്ചേസസ് 14 lakh മൈനസ് typewriter wrongly debited. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടേതായ വാക്കിൽ നിങ്ങൾക്ക് അതൊന്ന് കൺവേ ചെയ്താൽ മതി. wrongly debited to purchases. No. Purchases account that was 40,000. So I have to reduce 40,000. Then ഇതൊരു അഡീഷണൽ പോയിന്റ് ആണ്. ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ സാധാരണ കുറയ്ക്കുന്ന പോലെ പർച്ചേസ് റിട്ടേൺസ് മാത്രമേ കുറയ്ക്കുള്ളായിരുന്നു. So purchase returns is 26,000. So therefore my net purchases is going to be 13,60,000 minus 26,000, which is 13,34,000. അപ്പോൾ അത് ഔട്ടർ കോളത്തിൽ എഴുതുക. 13,34,000. Similar way I can go ahead and complete my sales.
Sales also, you have sales 23 lakh and sales return 42 lakh. But again, in the first additional point, ഒരു സെയിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫർണിച്ചർ ഒരെണ്ണം വിറ്റിരുന്നു 14,000 രൂപയ്ക്ക്, പക്ഷെ അത് അറിയാതെ സെയിൽസ് അക്കൗണ്ടിലാണ് വന്നത്. അതും അവിടെ വരാൻ പാടുണ്ടോ? ഇല്ല. ഇറ്റ് ഷുഡ് ഹാവ് എഫക്റ്റഡ് മൈ ഫർണിച്ചർ അക്കൗണ്ട്. കാരണം അതിന്റെ വാല്യൂ അത്രയും കുറയണം. അപ്പൊ നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷനൊക്കെ അതനുസരിച്ചൊക്കെ മാറുകയൊക്കെ വേണം അല്ലേ? അപ്പൊ സെയിലിനകത്തും ഇതേപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സോ ആക്ച്വൽ സെയിൽ വാസ് 23 lakh. പക്ഷെ അതിലൊരു ഇൻകറക്റ്റ് എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത്, സോറി, ആക്ച്വൽ സെയിൽ അല്ല 23 lakh, തന്നിരിക്കുന്ന സെയിൽ 23 lakh. അതിൽ ഫർണിച്ചേഴ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് wrongly credited to sales account. Amount was 14,000. അപ്പോൾ അത് കുറയ്ക്കുക. അത് മാത്രം കുറച്ചാൽ മതിയോ? ഇല്ല. ഇതായിരുന്നു അഡീഷണൽ പോയിന്റ്. സാധാരണ കുറയ്ക്കേണ്ട സെയിൽസ് റിട്ടേണും നമ്മൾ കുറയ്ക്കണം. And sales return was 42,000. So therefore my net sale is going to be 22,44,000 is my net sale. So സെയിൽസും നമ്മൾ റെക്കോർഡ് ചെയ്ത സ്ഥിതിക്ക് ഇനി നമ്മൾക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഈ ക്വസ്റ്റനിൽ അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് എഫക്റ്റ് കാണും. ഒന്ന് ട്രേഡിങ്ങിന്റെ ക്രെഡിറ്റിലും വരും, മറ്റൊന്ന് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വരും. ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് തന്നിരിക്കുന്നത് എത്രയാണ്? 4,40,000. സോ അതും റെക്കോർഡ് ചെയ്യുക. ഇനി ട്രയൽ ബാലൻസിലെയും അഡീഷണൽ പോയിന്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. അഡീഷണൽ പോയിന്റിന് തന്നിരിക്കുന്ന എല്ലാം ഡിപ്രീസിയേഷനും റെന്റും വെക്കണം. അതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിങ്ങിനെ എഫക്ട് ചെയ്യുന്നത്. ട്രേഡിങ്ങിനെ എഫക്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ? Any expenses which you have incurred on making the goods available for sale or ready for sale. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫ്രൈറ്റ് ഓൺ പർച്ചേസ് ഉണ്ട്. അതായത് പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മളുടെ ബിസിനസ്സിനുള്ളിലേക്ക് എത്തി പാക്കേജ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിൽക്കാൻ നമ്മൾ ഒരു ഫ്രൈറ്റ് ഇൻകർ ചെയ്യും. ദാറ്റ് ഈസ് എ ഡയറക്റ്റ് എക്സ്പെൻസ്. Now what is carriage outwards? You are carrying the goods outside of your premises. When will that happen? When you are selling it. So carriage outwards is a selling related expense, or a sales related expense, which is an indirect expense. It is not an expense that you are incurring to make the goods available for sale. It is an expense incurring for you to actually carry out the sale process. So therefore carriage outwards is indirect expense, P&L item ആണ്. Freight on purchases direct ആണ്. ഇനി വേറെ ഏതെങ്കിലും ലൈൻ ഐറ്റംസ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം പ്രിന്റിങ്, ഇലക്ട്രിസിറ്റി, ജനറൽ, അതെല്ലാം P&L item ആണ്. സോ ഫ്രൈറ്റ് ഓൺ പർച്ചേസസ് 12,000 കൂടെ വരും. To freight on purchases 12,000. So once this is done, you can now find out the gross profit. So gross profit carry down balancing figure is equal to 22 lakh 44,000 plus 4,40,000 minus 13,34,000 minus 12,000 minus 6,20,000 is going to be 7,18,000. That is my gross profit. Now this gross profit will be taken down to P&L account 26,84,000. So by gross profit brought down 7,18,000. ഇനി നമ്മൾക്ക് ഓരോ എക്സ്പെൻസ് ഒന്നൊന്നായിട്ട് എഴുതാം. അപ്പോൾ എക്സ്പെൻസ് ഒക്കെ എഴുതുമ്പോൾ ട്രയൽ ബാലൻസിനുള്ളതിന് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് താഴെ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റും കൂടെ വരുത്തിയിട്ട് എക്സ്പെൻസ് ഇവിടെ എഴുതുക. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ട്രയൽ ബാലൻസിന് നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. സോ എക്സ്പെൻസസിൽ ഡിപ്രിസിയേഷൻ ആണ് അഡീഷണൽ പോയിന്റ് വന്നിരിക്കുന്നത്. അത് ഏറ്റവും അവസാനം നമ്മൾക്ക് എടുക്കാം. റെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പിന്നെ ഇൻഷുറൻസ് പ്രീമിയത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഇതല്ലാത്ത ബാക്കി എക്സ്പെൻസ് ഒന്നും അഫക്റ്റ് ആവുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് എഴുതിപ്പോകും. ഇത് ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ ഈ സൈഡിൽ കാണിച്ച എല്ലാം അസറ്റ്സ് ആണ്. അപ്പൊ ഈ ആദ്യത്തെ പേജിലുള്ള ഒന്നും P&L വരില്ല. അപ്പൊ ഈ രണ്ടാമത്തെ പേജിൽ നിന്നുള്ള തന്നെയാണ് ഞാൻ എല്ലാം എടുക്കാം. പർച്ചേസസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അവിടെ ഉണ്ടെങ്കിലും നമ്മൾക്ക് മേ ബി യു ക്യാൻ റൈറ്റ് നൗ ഓർ യു ക്യാൻ
ഒന്ന് രണ്ട് എക്സ്പെൻസ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ഐഡിയലി സ്പീക്കിംഗ് നല്ലത്. ബാക്കി എല്ലാ എക്സ്പെൻസും ഓൾറെഡി ഇൻകർ ചെയ്താണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അഡീഷണൽ കമ്പ്യൂട്ടേഷൻ ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ടുവേർഡ്സ് ദ എൻഡ് അത് ചെയ്യാം. So we have salaries which doesn't have any additional points. So salary is 1,10,000 അങ്ങനെ തന്നെ നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് വരും. So to salaries 1,10,000. Then we have salary കഴിഞ്ഞ rent 55,000. പക്ഷെ റെന്റിന് ഒരു അഡീഷണൽ പോയിന്റും കൂടി ഉണ്ട്. Rent for go down is for 2 months is outstanding. So two months rent for go down is outstanding. എന്നതാണ് business from So 55,000 ആണ് തന്നിരിക്കുന്ന റെന്റ്. ഇതിന്റെ കൂടെ 2 months ഇനി ഔട്ട്സ്റ്റാൻഡിങ് റെന്റും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ ഉണ്ടെന്നാണ് പറയുന്നത്. So therefore, how much is my total rent? ഓൾറെഡി 55,000 ആണ് റെന്റ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം ഈ 55,000 റെന്റ് പേ ചെയ്ത റെന്റ് ആയിരിക്കും അല്ലേ. സോ റെന്റ് പെയ്ഡ് 55,000 ആണ്. ഇപ്പൊ 2 മാസത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ഈ 55,000 പേ ചെയ്തിരിക്കുന്ന എത്ര മാസത്തേക്കായിരിക്കും? 10 monthsനായിരിക്കും. സോ റിമൈനിങ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2 months. How will you compute that? Rent എത്രയാണ് നമ്മൾക്ക് പറയുന്നില്ല. പക്ഷേ we know that rent for 10 months you have paid 55,000. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് എത്രയായിരിക്കും? 5,500. അങ്ങനെ എത്ര മാസം ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്? 2 months. Therefore, outstanding for 2 months is going to be 11,000 rupees. If you want ഈ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് കണ്ടുപിടിക്കുന്ന ഈ ഒരു കമ്പ്യൂട്ടേഷൻ നിങ്ങൾക്ക് വർക്കിംഗ് നോട്ട് ആയിട്ട് ചെയ്യാം. അല്ല ചെറിയൊരു കമ്പ്യൂട്ടേഷൻ ആയിട്ട് ഇതിനുള്ളിൽ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ വർക്കിംഗ് നോട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഇതിനുള്ളിലാണ് ചെയ്യുന്നതെങ്കിൽ ബ്രാക്കറ്റിൽ ചെയ്ത് വെക്കുക. ആഡ് ചെയ്യാനും അത് പിന്നീട് ഔട്ടർ കോളത്തിലേക്കൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സോ അതുകൊണ്ട് ആഡ് ചെയ്ത് വെച്ചേക്കുക. സോ ദിസ് യു ക്യാൻ ഐദർ റൈറ്റ് ആസ് എ വർക്കിംഗ് നോട്ട് ഔട്ട്സൈഡ് ഓർ ഇഫ് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി സ്മോൾ വർക്കിംഗ് നോട്ട്, സോ യു ക്യാൻ ഈദർ റൈറ്റ് ഇറ്റ് ഇൻസൈഡ് ഓൾസോ. സോ ടോട്ടൽ എക്സ്പെൻസ് 66,000 ആണ്. സോ അത് കഴിഞ്ഞു. ഇനി discount allowed to debtors under discount received from creditors. One is an expense, other is a income. So allowed to debtors to discount allowed is 24,000. Discount received is an indirect income. നമ്മൾ P&L നെ credit ചെയ്യും. Discount received amount was 16,000. So next is discount. Freight on purchase already എടുത്താണ്. അടുത്തത് carriage outwards 20,000. അത് നമ്മൾ എടുക്കണം. So to carriage outwards $20,000. Then drawings and drawings is not an expense, that will get adjusted in your capital account, so you can park it aside. Printing and stationery expense and additional point onnuilla. So printing and stationery 18,000 is an expense to printing and stationery. $18,000. പിന്നെ electricity charges 22,000. അതിനും additional point ഇല്ല. So we can write to electricity charges
22,000. Then we have insurance premium. Insurance premium in additional point under. So തൽക്കാലം ഞാൻ additional point അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. Provision for bad debts മാറ്റി വെച്ചിട്ടുണ്ട്. So I am keeping it aside for time being. General office expenses 30,000. Additional point ഒന്നുമില്ല. So it is as it is. General office expenses 30,000. Bad debts. Bad debts എത്ര ഉണ്ട്? 20,000. So what should we do about bad debts? Either നിങ്ങൾക്ക് ഈ bad debt directly P&L-ലേക്ക് എടുക്കാം, അല്ലെങ്കിൽ provision for doubtful debts-ലേക്ക് adjust ചെയ്തിട്ട് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. I prefer taking directly bad debts, but സ്റ്റഡി മെറ്റീരിയൽ ഇത് രണ്ടും കൂടെ പ്രൊവിഷനിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ കാണിച്ചിരിക്കണം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. But I am going to just add it to bad debts 20. P&L directly 20,000. Bank charges, motor car expense-നെ കുറിച്ചൊന്നും പറയുന്നില്ല. Is something mentioned? No. So 16,000 and 36,000 we can take as it is. To bank charges 16,000 and to motor car expenses 36,000. So I have recorded almost park ചെയ്തതല്ലാത്ത ബാക്കിയുള്ള എക്സ്പെൻസ് എഴുതി. ഇനി പാർക്ക് ചെയ്ത എക്സ്പെൻസ് ഓരോന്നായിട്ട് എഴുതാം. അതിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ആദ്യം എഴുതാം. അത് എത്രയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? 30,000. സോ നെക്സ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിനെ കുറിച്ചാണ്. So for this I will need a working note. So therefore I'm going to open working note number 1, provision for doubtful debts. And provision for doubtful debts already create ചെയ്തിരിക്കുന്നത് 30,000 ആണല്ലേ. സോ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. So therefore by balance brought down 30,000. Now നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റിസർവ് ഫോർ ബാഡ് ഡെറ്റ്സ്. റിസർവ് നമ്മൾ മറ്റൊരു പേരായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. റിസർവ് എന്ന് പേര് വന്നത് കാരണം ഇറ്റ്സ് നോട്ട് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ റിസർവ് ഫോർ ബാഡ് ഡെറ്റ്സ് എന്നും പറയാറുണ്ട്. അത് പേരിൽ മാത്രമുള്ള റിസർവ് ആണ്. അതായത് പേര് യൂസ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഇറ്റ് ഡസൻറ്റ് ചേഞ്ച് the nature of it being a provision. It is still a provision, just another way of spelling it out. So reserve for bad debts is to be maintained at 5% of sundry debtors. അപ്പോൾ sundry debtors നമ്മൾക്ക് എത്ര തന്നിട്ടുണ്ട്? Sundry debtors 8,60,000. So 8,60,000 ന്റെ sundry debtors ന്റെ 5% മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. So which means my closing provision should be therefore to balance carry down should be therefore e 8,60,000. So 8,60,000 ന്റെ 5% ആയിരിക്കും. So therefore my closing balance should be 43,000. I already have a 30,000 as provision initially created. അപ്പോൾ 43,000 വേണമെങ്കിലോ അഡീഷണലി ഒരു 13,000 കൂടെ ആഡ് ചെയ്യുക, വിച്ച് ഇസ് പ്രൊവിഷൻ ആയിട്ട് അല്ലെങ്കിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മൾക്ക് കിട്ടിയത് 13,000. സോ അങ്ങനെ ഈ ലെഡ്ജർ ക്ലോസ് ആവും 43,000. ആൻഡ് P&L-ലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ വർക്കിംഗ് നോട്ടിൽ നിന്ന് വന്ന 13,000 ഡെബിറ്റ് ചെയ്യും. So 13,000 and I'll give a reference to the working note number 1. അപ്പോൾ നമ്മൾക്ക് അവിടെ പോയി നോക്കാം. ഇനി ഒരു കാര്യം കാണിക്കാനുള്ളത്, ബാഡ് ഡെറ്റ് നോക്കി 20,000, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 13,000. ഇനി ടെക്സ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. സ്റ്റഡി മെറ്റീരിയൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് പോയിന്റ് നമ്പർ 4 എന്ന് എഴുതി 33,000 ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരിടത്തും ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ ലൈൻ ആയിട്ടും ഇല്ല. ദാറ്റ് ഈസ് ബിക്കോസ് പോയിന്റ് നമ്പർ 4 നോക്കുക, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അവർ പ്രിപ്പയർ ചെയ്ത ബാഡ് ഡെറ്റ് അക്കൗണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിലേക്ക് മാറ്റി ക്യുമുലേറ്റീവ് ആയിട്ട് ഒറ്റൊരു ഫിഗർ 33,000 കിട്ടി. നമ്മൾ അങ്ങനെ ചെയ്യാതെ ബാഡ് ഡെറ്റിനെ സെപ്പറേറ്റ് ആയിട്ടും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിനെ സെപ്പറേറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്തപ്പോഴും ഈ എമൗണ്ടും ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴും എന്ത് തന്നെ കിട്ടും? സ്റ്റഡി മെറ്റീരിയൽ കാണിച്ച് 33,000 തന്നെ കിട്ടും.
പക്ഷെ 2 ലൈൻ ഐറ്റം വഴിയാണെന്ന് മാത്രം. Yeah, so I think it is better presentation in this way because bad debts actually വന്ന debt bad എത്രയാണെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റും. Provision നമ്മൾ create ചെയ്ത് എത്രയാണെന്ന് bifurcate ചെയ്തറിയാം. Yeah? But if you think you want to go ahead with that, അത് സ്റ്റഡി മെറ്റീരിയൽ തന്നിരിക്കുന്ന കാരണം അതും acceptable method തന്നെയാണ്. Yeah? So provision for doubtful debts. അപ്പോൾ അതും കഴിഞ്ഞു. Now പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റ് ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് എടുക്കാം. Provision for bad doubtful debts കഴിഞ്ഞു. Interest on loan from Vishwanath. Sorry, rates and taxes ഞാൻ എഴുതാൻ വിട്ടുപോയി അല്ലേ. Rates and taxes 21,000 ആണ്. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. So I have to write. Rates and taxes ഒന്നുമില്ല. ഗവൺമെന്റിന് നമ്മൾ അടയ്ക്കുന്ന എന്തെങ്കിലും ടാക്സോ റേറ്റ്സ്, അതായത് ബിൽഡിംഗ് ടാക്സ്, അങ്ങനെ പല ടാക്സസ് നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ റേറ്റ്സ് ആൻഡ് ടാക്സസ് എന്ന് പറഞ്ഞൊരു ലെഡ്ജറിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് പോയി ലേറ്റ് ഫീ അതെല്ലാം നമ്മൾ റേറ്റ്സ് ആൻഡ് ടാക്സസ്ന്നോ ഇൻട്രസ്റ്റ് പെനാൽറ്റി ആൻഡ് ഫൈൻ എന്നൊക്കെ പറഞ്ഞ ലെഡ്ജറിലേക്ക് വരും. സോ റേറ്റ്സ് ആൻഡ് ടാക്സസ് ഇസ് നത്തിങ് ബട്ട് യുവർ പേയ്മെന്റ് ടുവേർഡ്സ് ഗവൺമെന്റ് ഇൻ ദ നേച്ചർ ഓഫ് സർട്ടൻ ചാർജസ് ഓർ ടാക്സസ് all collectively put together into one ledger. So rates and taxes 21,000. Then I had interest on loan from Vishwanath. വിശ്വനാഥിന്റെ കയ്യിൽ നിന്ന് വന്ന ലോണിന് ഞാനൊരു ഇൻട്രസ്റ്റ് കൊടുക്കണമായിരുന്നു. അത് 27,000 ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷെ എത്ര കാണിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലോൺ എടുത്തിരുന്നത് മെയ് 1-നാണ്. അപ്പം ഏപ്രിൽ 16 തൊട്ടുള്ള കണക്കാണ്. ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ലോൺ എടുത്തു. എത്രയും നമ്മൾ അയാളുടെ നിന്ന് ലോൺ എടുത്തു? 3 ലക്ഷം. അതിന് 12% ഇൻകം വെച്ചിട്ട് 12% വെച്ച് ചാർജ് ചെയ്യണമെന്ന്. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഷുഡ് ആക്ച്വലി ഹാവ് ബീൻ 3 lakh in the 12% for actually 11 months. 11 by 12. That is 3 lakh into 2% into 11 by 12. സോ എമൗണ്ട് എത്രയാണ് വരുന്നത് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 33,000 ആണ് ശരിക്കും എക്സ്പെൻസ് വരേണ്ടത്. പക്ഷെ നമ്മളുടെ P&L നമ്മൾ എത്രയാണ് കാണിച്ചിട്ടുള്ളൂ? 27. അതായത് നമ്മൾ പേ ചെയ്തിട്ടുള്ളത് 27,000 ഉള്ളൂ. പക്ഷെ ശരിക്കും പേ ചെയ്യേണ്ടത് എത്രയായിരുന്നു? 33,000. Therefore I can say paid is 27,000 plus outstanding 33,000 എത്താൻ വേണ്ടിയുള്ള ആ difference. So therefore total interest on loan is 33,000. അതിൽ ഔട്ട്സ്റ്റാൻഡിങ് 6,000. ഇപ്പം ഞാൻ വർക്കിംഗ് നോട്ട് എഴുതിയപ്പോൾ കുറച്ച് കയറുന്നത് കൊണ്ട് സ്പേസിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നം വന്നിരിക്കുകയാണ്. ഞാനത് തൊട്ട് അടുത്ത ഷീറ്റിലേക്ക് കാണിക്കുകയാണ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇവിടെ സ്ക്രീനിൽ എഴുതാനുള്ളൊരു ഗ്യാപ്പൊക്കെ ഒത്തിരി വരുന്നുണ്ട്. അങ്ങനെ വരുന്നൊരു ഇഷ്യൂ ആണ്. പക്ഷെ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ കുറച്ച് ആമ്പിൾ സ്പേസ് വിട്ടേക്കുക. ലൈൻ ഐറ്റംസ് ഒത്തിരി ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാനുള്ളത്. എന്നിട്ട് വർക്കിംഗ് നോട്ട്സും ബാലൻസ് ഷീറ്റും ഒക്കെ തുടങ്ങുക കേട്ടോ. So now what are the other expenses left? Now I have insurance premium 55,000. ഇൻഷുറൻസ് പ്രീമിയത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇൻഷുറൻസ് പ്രീമിയത്തിൽ 40,000 പ്രൊപ്രൈറ്ററിന്റെ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് വേണ്ടി എടുത്തതാണ്. So therefore ആ ഇൻഷുറൻസ് പ്രീമിയം ഒരിക്കലും ബിസിനസിന്റെ ചെലവാണോ അല്ല ഇയാളുടെ പേഴ്സണൽ ലൈഫിന്മേലുള്ളതാണ്. അത് നമ്മൾ ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പാടില്ല. പക്ഷെ ഇത് പേ ചെയ്തതാണ് അല്ലേ. അപ്പൊ നമ്മൾ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഡ്രോയിങ്സ് ആയിട്ട് we will take up later on. Now balance of insurance charges cover from period 1/4/2016 to 2017. Sorry, 1/4/16 to 36/2017. So എത്രയാണ് ടോട്ടൽ ഇൻഷുറൻസ്? 55,000. So another working note for insurance premium
insurance premium as per trial balance 55,000 minus paid towards proprietor's LIC, which shouldn't be business expense. അതായത് പക്ഷെ ബിസിനസ്സിന് വേണ്ടി ഒരു പോളിസി എടുത്തു, അതായത് സ്റ്റോക്കിന് വേണ്ടി എന്തെങ്കിലും ഫയറിൽ നിന്ന് രക്ഷപ്പെടാനോ വെള്ളപ്പൊക്കം വന്നാൽ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ ഇറ്റ്സ് എ ബിസിനസ് ഇൻഷുറൻസ് പ്രീമിയം. പക്ഷേ പേഴ്സണൽ ലൈഫിന് വേണ്ടി എടുത്തത് ഒരിക്കലും ബിസിനസ് എക്സ്പെൻസ് അല്ല. സോ ദെയർഫോർ ഐ ഹാവ് ടു റെഡ്യൂസ് ഇറ്റ് ഫ്രം മൈ P&L. Then and balance of the insurance charges cover the period from 1/4/2016 to 36/2017. I think this is a typing error. Insurance premium actually period തന്നെ 2016 തൊട്ട് 17 വരെയാണ്. അപ്പോൾ അതിലെ 3 മാസം തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതല്ല. അത് നമ്മൾക്ക് ഈ വർക്കിംഗ് നോട്ട് ഇവർ വർക്കൗട്ട് ചെയ്ത് കണ്ടപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ആക്ച്വലി പ്രീപെയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ദിസ് ഇസ് എ ടൈപ്പിംഗ് എറർ. 1/4/2017 to 36/2018 ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. Let me just read it again. So balance insurance എത്ര ഉണ്ട്? 15,000. That covers only the balance of the insurance charges cover the period from 1/4/2016 to 36/2017. Oh no, sorry, I have missed it. 1/4/2016 to 30 June 2017 വരെയാണ്. അതായത് 15 മാസത്തെ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു. സോറി, ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഇയർ ഒന്നും മാറ്റണ്ട, കറക്റ്റ് ആണ്. 1/4/2016 തൊട്ട് 30th June 2017. നമ്മൾ പക്ഷെ കണക്ക് പ്രിപ്പയർ ചെയ്യുന്നതോ 31st March 2017 വരെയുള്ളൂ. സോ ആ ഡേറ്റ് തൊട്ട് ഇൻഷുറൻസ് കവറേജ് വന്നിരിക്കുന്ന ഡേറ്റ് വരെ നമുക്ക് 3 മാസം എക്സ്ട്രാ ഉണ്ട്. അതായത് ദർ ഇസ് എ പ്രീപെയ്ഡ് portion. Yeah, sorry, that was my misjudgment. Prepaid for 3 months. That is from 1/4/2017 to 36/2017 വരെയുള്ള period. So therefore I can say 15,000 15 മാസത്തേക്കാണ് കൊടുത്തതെങ്കിൽ 12 മാസത്തെ എക്സ്പെൻസ് എത്രയായിരിക്കും? 12,000. അത്രയാണ് ബാലൻസ് ഷീറ്റിൽ P&L എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അതായത് 3 മാസത്തെയാണ് പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടി വരുന്നത്. സോ therefore into 3 and I'll get 3,000 as my 3,000 as my prepaid expense, and hence I can say only 12,000 should get charged as insurance premium in P&L. Yeah, so once I get that insurance premium, I'll record to insurance premium working note number 2, 12,000 rupees. Now insurance premium കഴിഞ്ഞു. ഇനി നമ്മൾക്കുള്ളത് റിസർവ് ഇൻട്രസ്റ്റ് ഗ്രാൻറ്റ് എല്ലാം കഴിഞ്ഞു. ഡിപ്രിസിയേഷൻ മാത്രമേ ഉള്ളൂ. അതും കൂടെ നമ്മൾക്കൊന്ന് വർക്കൗട്ട് ചെയ്യും. സോ നെക്സ്റ്റ് ഇസ് ഡിപ്രിസിയേഷൻ വർക്കിംഗ് നോട്ട് നമ്പർ 3. So next is depreciation, that is working note number 3. അത് വേണമെങ്കിൽ ഓരോ ലെഡ്ജർ ആയിട്ട് ചെയ്യാം, പക്ഷെ ഓരോ ലെഡ്ജർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഓരോന്നിനെ സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ചാൽ മതി. സോ അതിൽ ആദ്യത്തേത് ബിൽഡിംഗ് നമ്മൾക്ക് എടുക്കാം. ബിൽഡിംഗ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിപ്രിഷിയേറ്റ് 5% ആൻഡ് ബിൽഡിംഗ് കോസ്റ്റ് ഇസ് 6 lakh. സോ 6 lakh into 5%. That is 30,000.
ഇനി നമുക്കുള്ള അടുത്ത അസറ്റ് മോട്ടോർ കാറാണ് 2 lakh. അതിൻ്റെ ഡിപ്രിസിയേഷൻ പറഞ്ഞിരിക്കുന്നത് 20%. സോ മോട്ടോർ കാർ 2 lakhൻ്റെ 20%, which is 40,000 rupees. Then we have furnitures and fittings. In furnitures and fittings, ഇവിടെ ലെഡ്ജറിൽ അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന 2,14,000 ആണ്. പക്ഷേ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. വാട്ട് വാസ് ദാറ്റ്? 2,14,000ന്റെ എമൗണ്ട് കിടക്കുന്നതിനകത്ത് ശരിക്കും ഒരു സെയിൽ വന്നിരുന്നു 14,000ന്റെ. അത് സെയിം പ്രൈസിന് തന്നെ വാങ്ങിച്ചിട്ട് സെയിം പ്രൈസിന് തന്നെ വിറ്റിരുന്നു. പക്ഷെ ആ സെയിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് കാണിച്ചത്? സെയിൽസിലേക്ക് കാണിച്ചു. പക്ഷെ നമ്മൾ ട്രേഡിംഗ് എഴുതിയപ്പോൾ സെയിലിൽ നിന്ന് അതിനെ മാറ്റി. അപ്പോൾ വെൻ വി സേ വി remove it from sales, what are we also doing? We are adding it to the, or we are adjusting it from the correct ledger furnitures and fixtures. Therefore, our correction furnitures and fixtures il vannu കഴിയുമ്പോൾ ശരിക്കും എൻ്റെ ഫർണിച്ചർ ലെഡ്ജറിൻ്റെ ബാലൻസ് എത്രയാവും? 2,14,000 നിന്ന് ഞാൻ 14,000 സെയിൽ എന്ന് പറഞ്ഞ് കാണിക്കും. ബാക്കിയുള്ള 2 lakhനായിരിക്കണം അപ്പോൾ എനിക്ക് 10% ഡിപ്രിസിയേഷൻ വരേണ്ടത്. So into 10% is equal to 20,000 rupees. ഇനി ഈ ഒരു പെർട്ടിക്കുലർ അസറ്റ് വിൽക്കുന്നതും എന്നാണെന്നൊന്നും പറയുന്നില്ല, ഡ്യൂറിങ് ദി ഇയർ എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഡിപ്രിസിയേഷനെ കുറിച്ചൊന്നും വറി ചെയ്യുന്നില്ല, ബിക്കോസ് വി ആർ അസ്യൂമിങ് ഇറ്റ് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇൻ ദ സ്റ്റാർട്ട് ഇറ്റ് സെൽഫ്. അല്ലെങ്കിൽ ഡേറ്റ് തരണം, അല്ലെങ്കിൽ നമ്മൾ അസംഷൻ ഓരോരുത്തരും എടുക്കുന്നത് മാറിപ്പോകും. ഐ ക്യാൻ അസ്യൂം ഇറ്റ് ടു ബി സോൾഡ് ഓൺ end of the year or middle of the year or somewhere any of the month ന്റെ സ്റ്റാർട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. പിന്നെ ഇവിടെ ഒരു ലാഭവും നഷ്ടവും ഒന്നും വരുന്നില്ല, കാരണം വാങ്ങിച്ച് അപ്പം തന്നെ അതേ പ്രൈസിൽ തന്നെയാണ് വിറ്റിരിക്കുന്നത്. So therefore no question of any special adjustment to this furniture and fixtures account. Then we have office equipment by 15%. പക്ഷെ അവിടെ ഒരു പർച്ചേസിന്റെ എറർ വന്നിരുന്നു, വിച്ച് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലാണ് കാണിച്ചത്. സോ പർച്ചേസിന്റെ ട്രേഡിങ്ങിൽ എഴുതിയപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി ആർ ഓൾസോ അഡ്ജസ്റ്റിംഗ് ഇറ്റ് ടു ഓഫീസ് എക്യുപ്മെന്റ് അക്കൗണ്ട്, വിച്ച് മീൻസ് ഓഫീസ് എക്യുപ്മെന്റ് 1,60,000 ആയിരുന്നെങ്കിലും ബുക്സിൽ കാണിച്ചിരിക്കുന്നത് വി ഹാവ് ടു ഷോ ഇറ്റ് അറ്റ് നൗ 1,60,000ന്റെ കൂടെ ആ പർച്ചേസിന്റെ 40,000. ഈ പർച്ചേസും നമ്മൾക്ക് ഡേറ്റ് തന്നിട്ടില്ല എന്നാണെന്നുള്ളത്. പക്ഷേ സിൻസ് ഡേറ്റ് ഇസ് നോട്ട് ഗിവൻ, വി ആർ അസ്യൂമിങ് ഇറ്റ് ടു ബി purchased at the start of the year and full yearന്റെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ നമ്മളുടെ ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻസ് മാറും ഓരോരുത്തരുടെയും അസംഷൻ അനുസരിച്ച്. അപ്പോൾ പൊതുവെ ഡേറ്റ് ഒന്നും തന്നില്ല ഏതെങ്കിലും പർച്ചേസിനും സെയിലുമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ഓഫ് ദി ഇയർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്, provided you don't have any other hint that it is at the end of the year അല്ലെങ്കിൽ middle of the year വേറെ ഏതെങ്കിലും ഡേറ്റ് എന്നുള്ളൊരു ഹിന്റ് ഇല്ലെങ്കിൽ, സൈലന്റ് ആയിട്ടാണെങ്കിൽ ഇതായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി. സോ എല്ലാ ഡിപ്രിസിയേഷനും കിട്ടിയ സ്ഥിതിക്ക് we can write the total depreciation to be 1,20,000. So once I have received found out all depreciation, I am going to put that into my P&L account. So 1,20,000 depreciation കിട്ടിയ സ്ഥിതിക്ക് now let me find out the net profit. നെറ്റ് പ്രോഫിറ്റ് ആണ് ഞാൻ അങ്ങനെ എഴുതിയേ ഉള്ളൂ. ചിലപ്പോൾ നെറ്റ് ലോസ് വേണമെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഞാനിപ്പോൾ അങ്ങ് എഴുതി പോയെന്നേ ഉള്ളൂ. 7,18,000 plus 16,000 minus 1,10,000 minus 66,000. So my net profit that gets transferred to capital account is 1,73,000 and my total P&L amount is 7,34,000. So once that is completed, let me move on to the next part of this question, which is preparing balance sheet. Balance sheet as on 31st March 2017. Well, I'm starting with asset side. It need not be the case. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ലെഡ്ജർ അസറ്റ്സ് എഴുതുമ്പോൾ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ
liabilities amount and assets amount heading കൂടെ കൊടുത്തേക്കും. ബാലൻസ് ഷീറ്റിൽ ഈ ഹെഡിങ് എപ്പോഴും കൊടുക്കാൻ നോക്കുക. ട്രേഡിംഗ് ആൻഡ് P&L ചിലപ്പോൾ നിങ്ങൾ സമയം കിട്ടാതെ ഞാനിപ്പോൾ ചെയ്ത പോലെ ഡയറക്റ്റ്ലി എഴുതിപ്പോയാലും വലിയ കുഴപ്പമില്ല, കാരണം അവിടെ പർട്ടിക്കുലേഴ്സും എമൗണ്ടൊന്നും ആണ്. പക്ഷേ ബാലൻസ് ഷീറ്റിന് ഹെഡിങ്ങിന് സെപ്പറേറ്റ് ഒരു പേരുണ്ട്, ലൈബിലിറ്റീസ്, അതുകൊണ്ട് അതെപ്പോഴും എഴുതുക. ട്രേഡിംഗ് ആൻഡ് P&L കിട്ടുകയാണെങ്കിൽ എഴുതുക. ബട്ട് ഇഫ് യു ആർ റഷിംഗ് ത്രൂ ആൻഡ് യു ജസ്റ്റ് വാണ്ട് ടു കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ ആൻസർ, മേ ബി യു ക്യാൻ, if at all that is the last way you can complete the question, you can skip that also. But ബാലൻസ് ഷീറ്റിന് അതൊരിക്കലും ചെയ്യാതിരിക്കും. സോ ബാലൻസ് ഷീറ്റിൽ നമ്മൾക്ക് ഓരോ അസറ്റ്സ് ആയിട്ട് ആദ്യം എഴുതാം. ഏറ്റവും ആദ്യം ഞാൻ ബിൽഡിംഗ് എടുക്കുകയാണ്. ബിൽഡിംഗ് ഐ വാസ് ഗിവൻ 6 lakh എന്നായിരുന്നു ഓപ്പണിംഗ് ബാലൻസ് തന്നത്, അല്ലെങ്കിൽ ബാലൻസ് തന്നത്. അതിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്തു 30,000. ഇതായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ ഡൗട്ട് ക്ലിയറിങ്ങിന് നമ്മൾ ക്ലാസ്സിൽ വെച്ചപ്പോൾ പറഞ്ഞത്. ഡിപ്രിസിയേഷൻ ഒരു ലെഡ്ജർ അല്ല, കാരണം ആ ലെഡ്ജർ ഓൾറെഡി P&L അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു. അതിൻ്റെ എഫക്റ്റ് നമ്മൾ, so depreciation ഒരു ലെഡ്ജർ ആയിട്ടല്ല, നമ്മൾ P&Lലേക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കാണിച്ചിരിക്കുകയാണ്, അതായത് ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ എഫക്റ്റ് ബിൽഡിങ്ങിലാണ് വന്നിരിക്കുന്നതെന്നും നമ്മളൊന്ന് പ്രസന്റ് ചെയ്യുന്നതേ ഉള്ളൂ. ദെൻ വി ഹാഡ് മോട്ടോർ കാർ, അതിന് 2 lakh ആയിരുന്നു തന്നത്, മൈനസ് ഡിപ്രിസിയേഷൻ 40,000 ആയിരുന്നു. സോ മോട്ടോർ കാർ നെറ്റ് കോസ്റ്റ് ഇസ് 1,60,000. Yeah. Then we had furnitures and fittings. Furnitures and fittings, correction adjustment, the sale and purchase adjustment in kanikanda. ആ സെയിൽ പർച്ചേസും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിഗറും ഡിപ്രിസിയേഷനും മാത്രം കാണിച്ചാൽ മതി. സോ ഡിപ്രിസിയേഷൻ 20,000, 1,80,000. Then we had office equipments. Office equipments was again 2 lakh minus depreciation was 30,000. So 1,70,000, which means depreciation out of trial balance തന്ന ആ ലൈൻ ഐറ്റത്തിന് P&L-ലും നമ്മൾ എഫക്റ്റ് കാണിച്ചു. അതേപോലെ അത് ഫിക്സഡ് അസറ്റിന്, അതായത് ബാലൻസ് ഷീറ്റിൽ ഒരു ലെഡ്ജർ ആയിട്ടല്ല, പകരം ബാലൻസ് ഷീറ്റിലെ ഒരു അസറ്റ് ലെഡ്ജറിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലും അതിൻ്റെ എഫക്റ്റ് ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഇറ്റ് നീഡ് നോട്ട് ബി സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ആയിട്ട്, അതിൻ്റെ എഫക്റ്റ് ബാലൻസ് ഷീറ്റിലേക്ക് വന്നാലും മതി. അപ്പോൾ രണ്ട് എഫക്ട്സും നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് ഓരോ അസറ്റ് ആയിട്ട് എഴുതാം, വിച്ച് വിൽ ബി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾക്ക് എഴുതാം. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ നമ്മൾ 4,40,000 ആണ് എഴുതിയത്. സോ വി വിൽ take that. Then we have sundry debtors. Yeah, sundry debtors 8 lakh, I believe 8,60,000 ആയിരുന്നു തന്നിരുന്നത്. 8,60,000 sundry debtors നമുക്ക് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് അതിന് റിലേറ്റഡ് ആയിട്ടാണ്. ഒന്ന് ബാഡ് ഡെറ്റും മറ്റൊന്ന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇനി ബാഡ് ഡെറ്റ്സ് ഓൾറെഡി എക്സ്പെൻസ് ആയതാണ്, ഓൾറെഡി P&L-ൽ നിന്ന് അഫക്റ്റ് ആയ കാര്യമാണ്. സോ ദെയർഫോർ നമ്മൾ വീണ്ടും അതിന് ഡെറ്റർ ബാലൻസ് ഒന്നും കുറയ്ക്കേണ്ട കാര്യമില്ല. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് നമ്മൾ ഇവിടെ 13,000 ആണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൺലി കറണ്ട് ഇയേഴ്സ് പ്രൊവിഷൻ. ശരിക്കും 30,000 ഓൾറെഡി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ ലയബിലിറ്റി സൈഡിൽ കിടപ്പുണ്ട് 30,000. അതിലേക്ക് നമ്മൾ വീണ്ടും ഒരു 13,000 ആഡ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെറ്റ് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊവിഷൻ എത്രയാണുള്ളത്? 43,000. സോ ഐദർ ദാറ്റ് 43,000 നിങ്ങൾക്ക് സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലൈബിലിറ്റി സൈഡിൽ കാണിക്കാം. ഇപ്പൊ ഇവിടെ കുറയ്ക്കേണ്ടത് 13,000 അല്ല എന്നുള്ള കാര്യം ഓർക്കുക. റീസൺ ഇസ് if that 13,000 was not there, already ഈ provision for doubtful debts എന്ന് പറഞ്ഞ ഒരു ലൈൻ ഐറ്റം നമ്മൾ എങ്ങോട്ടേക്ക് എടുക്കുന്നുള്ളൂ? 30,000 ബാലൻസ് ഷീറ്റിലേക്ക്. നമ്മൾ അഡീഷണൽ വന്ന 13,000 ആണ് P&L-ലേക്ക് കൊണ്ടുവന്നത് അല്ലേ? ബാക്കി 30,000 നമ്മൾ P&L എടുത്തിട്ടുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ബിക്കോസ് ട്രയൽ ബാലൻസിലുള്ള ആ പ്രൊവിഷൻ ഇറ്റ്സ് നോട്ട് ആൻ എക്സ്പെൻസ്, ഇറ്റ് ഷുഡ് ഗോ ടു മൈ ലൈബിലിറ്റി. സോ 30,000 ലൈബിലിറ്റിയിലേക്ക് പോവും, പ്ലസ് so provision for doubtful debts, therefore 13,000 ആണ് നമ്മൾ സൺട്രി ഡെറ്റേഴ്സിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതൊന്നെങ്കിൽ അസറ്റ് സൈഡിലെ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ഷോ ഇറ്റ് ഓൺ ദ ലൈബിലിറ്റി സൈഡ്. ബോത്ത് ആർ
perfect presentation, whichever you find it comfortable. So 8,60,000 minus 43,000 is going to be 8,17,000. Is debit side sorry liability side എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് explain ചെയ്യാൻ വേണ്ടി മാത്രമാണ് രണ്ടും കൂടെ എഴുതിയത്. ഏതെങ്കിലും ഒന്നേ record ചെയ്യാൻ പാടുള്ളൂ. So sundry debtors കഴിഞ്ഞു. Then we have sundry debtors കഴിഞ്ഞാൽ പിന്നെ balance sheet item ആയിട്ടുണ്ടായിരുന്നത് cash in hand, cash in bank and cash in hand and cash in bank മാത്രമാണ് trial balance തന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രീപെയ്ഡിനെ കുറിച്ച് പറയുന്നുണ്ട്. Where was that prepaid? Yeah, insurance premiumത്തിന്റെ 12,000-നകത്തൊരു prepaid വരുന്നുണ്ട്, which is also an asset. So therefore cash and bank കാണിക്കണം and then prepaid insurance. ഇതിനൊക്കെ വർക്കിംഗ് നോട്ട് റെഫറൻസ് കൊടുക്കുക. പ്രീപെയ്ഡ് ഇൻഷുറൻസ് വാസ് വർക്കിംഗ് നോട്ട് നമ്പർ 2, സോ ഐ വിൽ ഗിവ് ദാറ്റ് റെഫറൻസ്. ഡെപ്രിസിയേഷൻ ഒക്കെ നിങ്ങൾക്ക് വർക്കിംഗ് നോട്ട് റെഫറൻസ് കൊടുക്കാവുന്നു. സോ ക്യാഷ് അറ്റ് ഹാൻഡ് ഗിവൻ വാസ് 14,000 ആൻഡ് ബാങ്ക് വാസ് 26,000. പ്രീപെയ്ഡ് 3,000 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ അസറ്റ്സ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ലയബിലിറ്റീസ് ആണ്. അതിൽ ഏറ്റവും ആദ്യം റെക്കോർഡ് ചെയ്യാനുള്ളത് ക്യാപിറ്റൽ ആണ്. So capital നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയായിരുന്നു? 16,20,000. അതിൽ ഡ്രോയിങ്സ് ആയിട്ട് വന്നത് 1,20,000. So capital ഇന്നർ കോളത്തിൽ 16,20,000 മൈനസ് ഡ്രോയിങ്സ് ഒരെണ്ണം ഓൾറെഡി ട്രയൽ ബാലൻസിൽ വന്ന 1,20,000 ക്യാപിറ്റൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു ഇൻഷുറൻസ് LIC പ്രീമിയം അയാളുടെ പേഴ്സണൽ ലൈഫിന്മേലുള്ളത് അയാൾ പേ ചെയ്തു. സോ പേയ്മെന്റ് എൻ്റെ ബാങ്കിൽ നിന്ന് പോയി കാണും. പക്ഷെ ജസ്റ്റ് ബിക്കോസ് ഐ എലിമിനേറ്റഡ് ഇറ്റ് ഫ്രം മൈ എക്സ്പെൻസസ് ഡസൻ മീൻ ഐ ഷുഡ് ഷോ ദ എഫക്ട്, ബിക്കോസ് ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്ട് എവിടെയെങ്കിലും വരണമല്ലോ. ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ഓൾസോ ആസ് അനദർ ഡ്രോയിങ്സ്. പക്ഷെ നമ്മളതിൻ്റെ റീസൺ എഴുതും LIC പ്രീമിയം എന്നുള്ളത്. Then I have the net profit which I have found out in P&L, which was 1,73,000. ഇത്രയുമാണ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ലൈൻ ഐറ്റംസ്. Therefore 16,20,000 minus 1,20,000 minus 40,000 plus 1,73,000 is going to be 16,33,000 my net capital. Yeah. Then ഇനി ഓരോ ആൾക്കാരുടെ ലയബിലിറ്റീസ് ആണ്. അതിൽ ലോൺ ഫ്രം വിശ്വനാഥ് ആണ് ആദ്യം. ലോൺ ഫ്രം വിശ്വനാഥ് 3 ലക്ഷമുണ്ട്. അതിനെ അങ്ങനെ കാണിക്കാം. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ടും കാണിക്കാവുന്നതാണ്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ഇൻ ദാറ്റ് മാനർ. ലോൺ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6,000, പിന്നെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് റെന്റ് ആണ് 11. Then we have only one more liability, which is sundry creditors 4,30,000. Yeah. So therefore sundry creditors 4,30,000 I'll show. Pinne interest on loan outstanding 6,000 നമ്മൾ കണ്ടുപിടിച്ചതുണ്ട്. പ്ലസ് റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഒരു 11,000 ആണ്. ഇത്രയുമാണ് ഔട്ട്സ്റ്റാൻഡിങ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അത് കഴിയുമ്പോൾ ടെക്സ്റ്റിൽ ലോൺ ഫ്രം വിശ്വനാഥിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കാണിച്ചാലും തെറ്റില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങിന് സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ആയിട്ട് കാണിച്ചാലും തെറ്റൊന്നും ഇല്ല. So therefore now let me compute whether I get the tallied balance sheet. Let's 23,80,000. So my balance sheet gets tallied and at 23,80,000. Yeah, so I have recorded all assets and liabilities and I get a tallied balance sheet. So with that we complete this question. For trading P&L balance sheet extensive ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റഡി മെറ്റീരിയൽ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് നിങ്ങൾ തനിയെ വർക്ക്ഔട്ട് ചെയ്യുക. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. Along with that you take up other questions in similar manner from previous exams and workout. അപ്പോൾ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു
നമ്മൾ ഇത്രയും നാളും പഠിച്ച ഫുൾ ബേസിക്സുമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പുതിയതായിട്ട് നമ്മൾക്കുള്ളത് പ്രസൻറ്റേഷനും കുറച്ച് കാര്യങ്ങൾ എങ്ങനെ റെക്കോർഡ് ചെയ്യണം, ഇന്നർ കോളത്തിൽ വർക്കിംഗ് നോട്ട് ഏതൊക്കെ എടുക്കണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് അഡീഷണലി ഉള്ളത്. അതല്ലാതെ നമ്മൾ പഠിച്ച ബേസിക്സ് ആണ് നമ്മൾ ഇവിടെ മുഴുവൻ കവർ ചെയ്യുന്നത്. സോ കീപ് ഓൺ പ്രാക്ടീസിങ്, then you will be thorough with this chapter. And ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതായിരിക്കും ഇതും ഇതേപോലത്തെ പാർട്ട്ണർഷിപ്പ്, കമ്പനി അക്കൗണ്ട്സിനൊക്കെ ആയിരിക്കും വലിയ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. So make sure you practice more and more questions and be confident in this chapter. Yeah, so I'm winding up today's class. In next class we will take up the manufacturing unit in a separate ആയിട്ടുള്ള പോർഷനും കൂടെ എടുക്കുകയാണ്. And with that manufacturing unitsum non-manufacturing നമ്മൾ complete ചെയ്യും. And then we move on to the next chapter, mostly company accounts. Yeah, so we will meet again soon with the next chapter. So till we meet again, stay safe and happy. Thank you.